ഗൈസ്, കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ വലിയൊരു സോറി, ഞാൻ ഇത്രയും ഈ ഒരു എപ്പിസോഡ് കാത്തു നിർത്തിച്ചതിന് സോറി. ഐ എം റിയലി സോറി. അത് മനഃപൂർവ്വം ചെയ്തതല്ല. എൻ്റെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറ്റിപ്പോയത്. അത് സംഭവം എൻ്റെ കണ്ണിന്, എൻ്റെ വലത് കണ്ണിന് ഒരു പ്രശ്നം വന്നതായിരുന്നു. നമ്മൾ ഈ ഫോണിലേക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി നമ്മൾ ഫോണിലേക്ക് നോക്കുമ്പോൾ സ്ട്രെയിൻ വരുമല്ലോ, അങ്ങനെ കണ്ണിൻ്റെ ഞരമ്പിനെന്തോ വന്നത്. അത് ഭയങ്കര റെഡ് കളറായിട്ട് വരികയും ചെയ്യുക, പിന്നെ നല്ല വേദനയും. ആ വലത് കണ്ണ് എനിക്ക് തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ണടക്കാനും പറ്റില്ല, ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. അതൊന്ന് മാറി വരാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ നിനക്ക് ഇടി വെട്ടുന്ന തലേ തേങ്ങാ വീണെന്ന് പറഞ്ഞാൽ മാതിരി തന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത കാലിൻ്റെതും വന്നു. അപ്പോൾ പിന്നെ ബെഡ് റെസ്റ്റിലേക്കും പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹെൽത്ത് വൈസ് ഞാൻ വളരെ ഡൗൺ ആയി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ഒന്നും നടക്കാതായി പോയത്. ഈ കണ്ണിന് ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നല്ല ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ എഡിറ്റിങ്ങിലൊക്കെ പോയത്. അല്ലാതെയും ഹെൽത്ത് വൈസ് വേറെയും കുറച്ച് ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തെ മാതിരി എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല ഇനി എനിക്ക് എത്ര പ്രാവശ്യം ഇതുപോലെ സ്റ്റോറീസൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഞാൻ കണ്ണിന് സ്ട്രെയിൻ എടുക്കുന്നതിനനുസരിച്ച് എനിക്ക് ആ വേദന വരുന്നുണ്ട്. അപ്പം ഞാൻ സ്റ്റോറീസൊക്കെ നിർത്തിപ്പോകുന്നല്ല പറഞ്ഞത്, അങ്ങനെയല്ല. കാരണം ഞാൻ ഏറ്റവും ഡൗണായി നിന്നൊരു സമയത്ത് എനിക്ക് സപ്പോർട്ടായിട്ട് ഈ ചാനലും നിങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോകുന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ പണ്ടത്തെ മാതിരി എപ്പോഴും ചിലപ്പോൾ കഥകൾ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് അത്ര സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ, ഇനി ഞാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു എഫ് അല്ലെങ്കിൽ സീരീസ് ഞാൻ ചെയ്യൂല, 1 ഷോട്ടുകളെ ചെയ്യുള്ളൂ. അതാകുമ്പോൾ 2 കാര്യമുണ്ട്. എനിക്ക് നിങ്ങളെ കാത്തു നിർത്തിക്കേണ്ട ആവശ്യവും വരില്ല. പിന്നെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കും വരില്ല. അപ്പം ഞാൻ ചെയ്യുകയാണെങ്കിൽ പറ്റുന്ന മാതിരി 1 ഷോട്ടുകളായിരിക്കും ഞാൻ ചെയ്യലുണ്ടാവുക. പിന്നത്തേത് പറഞ്ഞാൽ നമ്മളെ 7 ഷെയ്ഡ്സ് ഓഫ് ലവ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇനി എപ്പോഴാണ് വരിക, എന്താ അതിൻ്റെ അപ്ഡേഷൻ ഉള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു സീരീസ് ചെയ്യാൻ പറ്റൂല. സീരീസ് ആകുമ്പോൾ എന്തായാലും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ എപ്പിസോഡ് ഇടണം. അതിപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 7 ഷെയ്ഡ്സ് ഓഫ് ലവ് നമുക്ക് ഒരിക്കലും 1 ഷോട്ടാക്കി ചെയ്യാനും പറ്റില്ല, അതൊരു അങ്ങനെ ഒരു സ്റ്റോറി ആയതുകൊണ്ട്. അപ്പം ഞാനതിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 1 ഷോട്ടാക്കി ചെയ്യാന്നുള്ളതാണ്. 7 പേര് ലവ് സ്റ്റോറി 7 1 ഷോട്ടാക്കി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് 7 പേരെ ലവ് സ്റ്റോറി എഴുതണം, ഡബ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ സ്റ്റോറി ഇടുള്ളൂ. ഇനി അതല്ല, ഇതിൻ്റെ എവിടെയെങ്കിലും വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഞാൻ ആ സ്റ്റോറി ഡ്രോപ്പ് ചെയ്യും. അപ്പം 7 ഷെയ്ഡ്സ് ഓഫ് ലവിൻ്റെ എന്താ പറയുക, അപ്ഡേഷൻ അങ്ങനെയാണ്. അപ്പം ഇനി മിക്കവാറും 1 ഷോട്ടുകളൊക്കെ ആയിരിക്കും എൻ്റെ ചാനലിൽ അധികം വരുത്തുണ്ടാവുക. സീരീസ് ഇനി വരാൻ വളരെ ചാൻസ് കുറവാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു സീരീസ് ഉണ്ടാകും. ഞാനത് ഓൾറെഡി എഴുതി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിന് പറ്റും തോന്നുന്നില്ല. എന്നാലും കഴിയുന്ന മാതിരി ഞാൻ 1 ഷോട്ടുകളൊക്കെ ആയിട്ട് വല്ലപ്പോഴും വരാൻ നോക്കുന്നുണ്ട്. വൺസ് അഗെയിൻ സോറി. പിന്നെ ഇത്രയും കാത്തു നിന്നതിനും താങ്ക് യു, ഇത്രയും സപ്പോർട്ട് തന്നതിനും താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് പറയാതിരിക്കാൻ വയ്യ, നിങ്ങൾ അത്രയും കാത്തു നിർത്തിച്ചതിന് മാത്രമേ ഈ സ്റ്റോറി ഇല്ല, ഈ എപ്പിസോഡും ഇല്ല. കാരണം ഞാൻ ഈ സ്റ്റോറി ആദ്യം ചെയ്യാൻ വിചാരിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാം, 3 പാർട്ടാക്കി ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. ആ 3 പാർട്ട് ഞാൻ ആദ്യം വിചാരിച്ച മാതിരി സ്റ്റോറി ചെയ്യണമെങ്കിൽ ഇനിയും നിങ്ങളെ ഞാൻ കാത്തു നിർത്തിക്കണം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതിനൊരു എൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഇത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തൊരു എപ്പിസോഡാണ്. നന്നായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ബെസ്റ്റാണ് ഈ എപ്പിസോഡ് എന്നല്ല പറഞ്ഞത്, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷനിൽ ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. സോ യെസ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയണേ. ജോ, ഐഷു, ആരാത് രാവിലെ തന്നെ വിളിച്ചു കൂവുന്നത്? ജോ, ഐഷു ഒന്ന് പെട്ടെന്ന് വാടി. എടി ഐശു, നിന്നാരോ വിളിക്കുന്നുണ്ട്, പോയി നോക്കടി. എന്നാ മാത്രല്ല എന്നെ വിളിക്കണം, നീ പോയി നോക്ക്. ഓ, ഇവിടെ മാർക്ക് ചെവിയും കേൾക്കുന്നില്ലേ? ജോ, ഐഷു ഒന്ന് പെട്ടെന്ന് വാടി. അയ്യോ, എടി കള്ളടി, ഞാൻ ആമയാടി. സത്യം കൊടുത്താ ഞങ്ങൾ ആമിൽ എന്താ ചെയ്തത്? എടി ഞാൻ തന്നെ ആടി, ഞാൻ ആമയാടി. മോനെ ചിത്തു, നീ വല്ലാതെ അടവെടുക്കല്ലോ. ഏതാണെ പെണ്ണ്? സത്യം പറയാം, ഏതാണെ പെണ്ണ്? എടാ എനിക്ക് അറിഞ്ഞോണ്ട്, എനിക്ക് സത്യമായിട്ട് അറിഞ്ഞോണ്ട് ഞാൻ ആദ്യം വെച്ച് പോയി പെണ്ണ് നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ ഒന്നും അറിയാത്ത ശിശു ആദ്യം അവൻ വന്ന് തീരുമാനാക്കട്ടെ. ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ കാട്ടുപോയിന്ന്. എന്നെക്കാളും വലിയ കൂടി, അതും വീട്ടിലേക്ക് വരെ വിളിച്ച് കെട്ടിക്കുന്നത്. ആദ്യം അവരെ വിളിക്കി ആദി. ഓ, ഇവന്മാർക്കൊക്കെ എന്താ രാവിലെ തന്നെ? എന്താണോ നിനക്കൊന്നും ഉറക്കൊന്നുമില്ലേ? ആദി,
എന്താടാ ആദി എന്താടാ ആദി നീ എന്താണ് ഈ പെൺവേഷത്തില്? പെൺവേഷം? അയ്യോ, എന്ത് ശബ്ദം? ശബ്ദം മാത്രല്ലടാ, നീ മൊത്തത്തില് പെണ്ണായിട്ടുണ്ട്. ആ കണ്ണാടി നോക്കിക്കേ. എന്നാലും ആദി നീ എങ്ങനെയാ നേരിട്ട് വളർത്തപ്പോഴത്തെ പെണ്ണായത്? എനിക്ക് അറിഞ്ഞൂടാ. എന്നാലൊരു വല്ലാത്തൊരു മാജിക് തന്നെ. ഗൈസ്, എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ആ മിററിന്റെ മാജിക് എന്താണെന്നറിയോ? ബോഡി സ്വാപ്പാ? അത് പരകായ പ്രവേശം അങ്ങനെ എന്തോ തന്നെ പറയാ. ആ വേർഡ് കിട്ടാത്തതുകൊണ്ടാണ് അതിന്റെ മാജിക് എന്താണെന്ന് അറിയാതായി പോയത്. പക്ഷെ അതിന്റെ അർത്ഥം ബോഡി സ്വാപ്പ് എന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. നീ നീ എന്തേ പറഞ്ഞു വരുന്നൊന്നും മനസ്സിലാവുന്ന ഭാഷ പറ. നീ ഹൈപ്പർ ആവാതെ ഞാൻ പറഞ്ഞു തരാം. അതായത് ആ മിറർ വഴി നീയും ആ കുട്ടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ലായിരുന്നോ? അതിൽ നിന്റെ ബോഡി സ്വാപ്പ് ആയതാ ആ പെണ്ണിനായിട്ട്. ഏത് പെണ്ണ്? ആ മടയക്ഷോ? അവളെന്തോ? എടാ 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 കാട്ടുകറി, എടാ നീ ഇതിനാണ് അവിടെ വലിച്ചു കൊണ്ടുപോയത്? അയ്യോ, ഞാൻ പെട്ടെന്ന്. അതിപ്പോ എനിക്കറിയാവുന്നത് ഇപ്പൊ എങ്ങനെ ആവുന്നുള്ളത്. എന്തായാലും മാജിക് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നിനക്കെല്ലാം പുച്ഛല്ലായിരുന്നു അതിന് മാജിക് ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഒരൊറ്റ വീക്കം കൂടെ തന്നോ ഒരു മാജിക്. എടി ഇതിന്ന് എങ്ങനെയാണ് ഇന്ന് രക്ഷപ്പെടാ? ഒരു വഴി പറഞ്ഞുകൊണ്ടാ. അതെനിക്ക് അറിഞ്ഞൂടാ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാവുന്നത്. പിന്നെ നിനക്ക് എന്ത് തേങ്ങാപ്പൊണ്ണാക്കട അറിയാം? ഒന്നും നിർത്തില്ല രണ്ടെന്നോ. ഇത് നമ്മൾ ഇവിടെ കിടന്ന് അടി കൂട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പം പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിലേ ഇപ്പൊ നിന്നെ പോലെ തന്നെ ആ പെണ്ണും ചേഞ്ച് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ നിന്റെ പെങ്ങളെ വിളിക്കും, എന്നിട്ട് അവളോട് മറ്റവളെ ഇതും കൂടെ വരാൻ പറയും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ദഹിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഈ മണ്ടന്മാർ ഐഡിയും കേട്ട് നമ്മൾ അവിടെ പോയി നമുക്ക് പണിയും കിട്ടി. ഇനിയിപ്പോ ഇതിന് എങ്ങനെ സോൾവ് ആവാന്നുള്ള നമ്മൾ നോക്കേണ്ടത്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ മിറർ വഴിയല്ല ഇപ്പൊ എങ്ങനെ ആയത്? അപ്പൊ നമ്മളോട് ഒന്നും കൂടെ പോയിട്ട് ആ മിററിനോട് ഒന്നും കൂടെ എൻ്റർ ആക്കാൻ ചെറു പഴയതുപോലെ ആവൂലേ? അത് നടക്കുന്നു തോന്നുന്നില്ല. നീ ഇത് പത്രം വായിച്ചില്ലായിരുന്നു? അവിടെ ഇന്നലെ രാത്രി ഒരു പ്രകൃതിക്ഷോഭം, ഉരുൾപൊട്ടൽ, മണ്ണിടിഞ്ഞു, മലയിടിഞ്ഞു. അതുകൊണ്ട് 6 മാസത്തേക്ക് ഞങ്ങളോട് പ്രവേശനമില്ല. എന്നാ പിന്നെ മറ്റേ മുത്തശ്ശിനെ വിളിച്ചു നോക്കി, അവർക്കറിയാലോ. അതും നടക്കുന്നു തോന്നുന്നില്ല. മുത്തശ്ശിക്ക് ചെറുതായിട്ട് പ്രഷർ കൂടി, തലചുറ്റി വീണു, ഹോസ്പിറ്റലിലാ, ഇപ്പൊ ബോധമില്ല എന്നാ കേട്ട്. വാട്ട് എ വണ്ടർഫുൾ തിങ്സ്. നല്ല ഐശ്വര്യമുള്ള രണ്ടെണ്ണത്തിനു. എന്നെ നോക്കി പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെ മുത്തശ്ശി തട്ടിപ്പോകാനൊക്കെ പ്രാർത്ഥിച്ചോ? മുത്തശ്ശി എങ്ങാനും വടിയായണ്ടല്ലോ, നീക്ക് കാലാകാലം അങ്ങനെ ജീവിക്കേണ്ടി വരും. എടാ, നിന്റെ പെങ്ങളെന്റെ പേര് വിളിക്കുന്നത് എന്തോ സീനില്ലടാ. അതാണ് പുറത്ത് പ്രധാന പ്രശ്നം. അല്ല, അതല്ലേ ഞാൻ ചോദിച്ചോളൂ. ഉണ്ടാവോ നിക്കടാ, ഇത് ഞാൻ ഇങ്ങനെ സോൾവ് ആക്കട്ടെ. എടാ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മുത്തശ്ശിക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ. 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആണ് ഡോക്ടർ പറഞ്ഞത്. അതുവരെ തൽക്കാലത്തേക്ക് നമുക്ക് ഞങ്ങളുടെ അങ്കിളുടെ വീട്ടിൽ നിൽക്കാം. പക്ഷെ പേടിക്കണ്ട, അങ്കിൾ അവിടെ ഇല്ല. അങ്കിള് കാനഡയില, വീട് അടച്ചിട്ടിരിക്കുക. കീ എൻ്റെ അടുത്തുണ്ടേ. അപ്പം അല്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ പ്രശ്നം സോൾവ് ആവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നത് നല്ലത്. അതെ, അതാവാൻ പറഞ്ഞ ശരിയാണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെ നമുക്ക് അറിയില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്തോ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവില്ല. ഏറെ ആ തട്ടിപ്പോ, ഇതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്നു വിഷ്ണു, നിനക്ക് ഈ നെഗറ്റീവ് അല്ലാതെ വേറെ ഒന്നും പറയാല്ലേ? ഓഹോ, പിന്നെ ഇവിടെ നടക്കുന്ന മൊത്തം പോസിറ്റീവ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നെഗറ്റീവിന് പ്രശ്നമുള്ളൂ. നിങ്ങൾ വഴക്കിടാതെ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് എന്നാ പോവാം. പിന്നെ നിങ്ങളോട് ദയവ് ചെയ്ത് ഈ പ്രശ്നം സോൾവ് ആവുന്നവരെ തമ്മിൽ തല്ലരുത് പ്ലീസ്. ഹായ്. ഹലോ. ഞാൻ ഇവിടെ നോട്ടെ. ഇരുന്നോ. പിന്നെ എപ്പോഴും വരാറുണ്ടോ ഇവിടെ? ഇല്ല, അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല. വല്ലപ്പോഴും ഓഫീസ് നേരത്തെ കഴിയാണെങ്കിൽ. ഓക്കെ. പിന്നെ ഇയാളുടെ ഫാമിലിയൊക്കെ? ഇല്ല, ഞാൻ മാരീഡ് അല്ല. എന്തു പറ്റി? വേണ്ടാന്ന് വെച്ചതാണോ? അതല്ല. അല്ല, 1-2 വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നുകൂടി ശരിയായില്ല. ഇയാളുടെ ഫാമിലി? ഇല്ല, ഞാനും മാരീഡ് അല്ല. എന്ത് പറ്റി? വേണ്ടാന്ന് വെച്ചതാണോ? പറ്റിയൊരാളെ കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ നോക്കിയതുമില്ല. നീ ഇപ്പോഴും കാത്തിരിക്കാണോ? ആ ചോദ്യം ഞാൻ തിരിച്ച് എന്നോട് ചോദിച്ചാലോ? നീ ഇപ്പോഴും കാത്തിരിക്കാണോ? കാത്തിരിക്കാന്ന് പറഞ്ഞാൽ കള്ളായി പോവും, പക്ഷെ ഓർക്കാറുണ്ട്. ഓർമ്മകളിലുണ്ടല്ലോ, അതന്നെ സന്തോഷം. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നിട്ടില്ല. കാത്തിരിക്കാന്ന് പറഞ്ഞാ നീ കൂടെ എൻ്റെ കൂടെ? അതോ?
കുറച്ച് തിരക്കുണ്ട്. നീ ഇരിക്കുന്ന കണ്ടപ്പോൾ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. കാണാം. ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് നോക്കുകയാണെങ്കിൽ ഇരുവരും കുട്ടിക്കാലത്ത് പ്രണയത്തിലായിരുന്നു. +1 +2 കാലഘട്ടത്തിൽ അവരുടെ പ്രണയം അന്ന് ആ സ്കൂളിൽ ചർച്ച തന്നെ ആയിരുന്നു. പക്ഷെ ആ പ്രണയം എങ്ങനെയോ ആ ഗീതുവിന്റെ വീട്ടിലറിഞ്ഞു. അത് വലിയ പ്രശ്നമായി. അതോടുകൂടി ഗീതുവിനെ അവർ സ്കൂൾ മാറ്റുകയും ചെയ്തു. പലവട്ടം ഗീതുവിനെ കോണ്ടാക്ട് ചെയ്യാൻ അതുൽ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് നടന്നില്ല. അതോടുകൂടി അവരെ പ്രണയം അവിടെ അവസാനിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പം കണ്ടുമുട്ടിയപ്പം അതുലിന്റെ മനസ്സിൽ അവൻ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഗീതുവിന്റെ ഉള്ളിൽ വീണ്ടും ആ പ്രണയം ഉണ്ടായിരുന്നു. ഇരുവരും ആ പ്രണയം മറക്കാത്തത് കൊണ്ടായിരിക്കാം ഉള്ളിലൊരു വേദനയെ അതിപ്പോഴും ഉള്ളത്. ഇതാണ് ഞങ്ങൾ അങ്കിളിന്റെ വീട്. അത് ബെസ്റ്റ് പ്ലേസ് ആണ്. എങ്ങനെ? അല്ല, അങ്ങനല്ല. അതല്ല, ഐ മീൻ നല്ല സ്ഥലമാണിത്. ഓഹോ, നിങ്ങൾ ഒരു സ്ഥലം കാണിക്കാൻ പോയതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്തിനാ നിങ്ങൾ ഇടക്കിടക്ക് കുത്തി കുത്തി ഓർമ്മിപ്പിക്കുന്നത്? മറക്കാതിരിക്കാൻ. പിന്നെ ഇവിടെ 3 റൂമാണുള്ളത്. ഒരു റൂം ഐശ്വര്യയും ജോയും എടുക്കട്ടെ, മറ്റേ റൂം ഞാനും വിഷ്ണു എടുക്കാം. നിങ്ങൾ കണ്ടുള്ള റൂം എടുക്ക്. ഈ മരപ്പട്ടിയിൽ ഞാൻ റൂം ഷെയർ ചെയ്യണോ? ഇപ്പൊ ഷെയർ ചെയ്തന്നെ. അയ്യോ, അല്ലെങ്കിൽ തന്നിട്ട് ആരും റൂം ഷെയർ ചെയ്യണം? മഴയോമ്പേ. ഓഹോ, രണ്ടും കൂടി തുടങ്ങല്ലേ എന്റെ പൊന്നാമി. നീ ചിന്തിച്ചു നോക്ക്, ഇവന് നിന്റെ ബോഡി വെച്ച് ആ അമ്പളാറെ കൂടെ പോയി കിടക്കാവുന്നത്. എടോ ആദി കൃഷ്ണ, താനൊന്ന് ചിന്തിക്ക്. തന്റെ ഈ ബോഡി വെച്ച് ഇവിടെ ഞങ്ങളെ കൂടെ വന്ന് കിടക്കാവുന്നത്. അത് വേണ്ടല്ലോ. അപ്പം അവൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും റൂം ഷെയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? അതെ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഇതിക്കുള്ളത് എന്തോ പ്രശ്നം വരാനാണ്. വിഷ്ണു, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നിനക്ക് ആരോഗ്യത്തോടു കൂടി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ആ വാടച്ചു വെച്ചോ. എന്നാ പിന്നെ എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് വാ. അതെ, താനങ്ങോട്ടാ പോന്നേ? വാഷ്റൂമിലേക്ക്. തനിക്ക് വാഷ്റൂമിൽ പോകാൻ അനുവാദം ഇല്ല. നീ ആരും കുടുംബം പറ്റിയോ എനിക്ക് അനുവാദം തരാൻ? ഒന്ന് പോലെയായിരുന്നു. അതെ, താൻ ഇപ്പൊ ഉള്ളത് എന്റെ ബോഡിയില. അപ്പൊ തനിക്ക് വാഷ്റൂം പോണെങ്കിൽ എന്റെ സമ്മതം വേണം. ഓഹോ, അപ്പടിയാ. അല്ല, അപ്പൊ നീ നീറ്റേഷത്തിന് വാഷ്റൂം പോയിട്ടില്ലേ? വാഷ്റൂം പോയതുകൊണ്ടാണല്ലോ ഒക്കെ അറിഞ്ഞത്. എങ്ങനെ? അല്ല, പോയിട്ടില്ലാന്ന്. നീ കള്ളം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് താൻ കള്ളനായതുകൊണ്ട്. കള്ളന്റെ നീ എന്തൊക്കെ പറഞ്ഞു കാല? എനിക്ക് പോയ പറ്റ അത്യാവശ്യ. തനിക്ക് പോവാൻ പറ്റില്ല പറഞ്ഞ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. വേണ്ട, സമ്മതിക്കല്ല. വാഷ്റൂം പോയാൽ സമ്മതത്തിന് ആവശ്യമുള്ളൂ. പോയില്ല, ഞാൻ നടുമുറ്റത്ത് കയറി സാധിച്ചോളാം. നിക്കണ അവിടെ. എടി വിടടി മരപ്പട്ടി, എടി വിടടി. എടി അത്യാവശ്യം മാറ്റക്കേസ് കേട്ടോ. എന്താ രണ്ടും പിന്നും തുടങ്ങിയോ? എന്റെ പ്രശ്നമല്ല, ഇവളെ പ്രശ്നം. ഇവക്ക് മൂത്തോട്ടാ. ഓ എടോ, താൻ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ ശരിയാകുക? ഇതിപ്പോ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അത് മാത്രമല്ല, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ അസുഖം വരും. പക്ഷെ അവള് പറഞ്ഞാലും കാര്യമില്ലേ? അല്ലതിപ്പോ രണ്ടാളെ ബാധിക്കുന്ന കാര്യമില്ലേ? ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എന്ത് സൊല്യൂഷൻ? എടോ, കണ്ണടച്ച് പോയാ പോരെ. ഇതിലൊക്കെ ഇപ്പൊ തന്നെ ആലോചിക്കാനിരിക്കുന്നത്. എനിക്ക് ഇയാളെ തീരെ വിശ്വാസമില്ല. പിന്നെ ഞാനും പറയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞ വാക്ക് വലിക്കും. ഞാനും വലിക്കും. എടി ഏതൊട്ടെ, ഞാൻ ആമീന്ന് വിളിക്കണോ അല്ലെങ്കിൽ ആദ്യം വിളിക്കണോ? അലാവുദ്ദീൻ വിളിക്കും. അല്ല പിന്നെ ഓരോ നോക്കിച്ചിട്ട് വിളിച്ചിട്ട് വരാം. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കി. എടാ ജിത്തു, അവരിനി ശരിക്കും പഴയതുപോലെ ആയിട്ടില്ലെങ്കിലോ? എടാ വിഷ്ണു, നമുക്ക് ഉറക്കൊന്നുമില്ലടാ. അപ്പവരൊക്കെ ഓരോന്ന് പറഞ്ഞു മനുഷ്യൻ ടെൻഷനാക്കാതടാ. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, അത് ആയിട്ടില്ലെങ്കിലോ? ആയിട്ടില്ലെങ്കിൽ ഞാനും ജോയും നാട് വിടണമെങ്കിൽ നന്നാവോ, അല്ലെങ്കിൽ ആ രണ്ടും ഞങ്ങളെ തീർക്കുന്നുള്ള കാര്യം ഉറപ്പാ. എടാ വിഷ്ണു, എൻ്റെ ആയുസിന് ബലണ്ടടാ. മുത്തശ്ശിക്ക് ബോധം വന്നൊന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നാളെ തന്നെ ഒന്ന് വിളിച്ചോക്കാം, എല്ലാം നടക്കായിരിക്കും. മുത്തശ്ശി, ഹലോ, കേൾക്കുന്നുണ്ടോ? മുത്തശ്ശി, ഇത് ജിത്തു ആണ്. അയ്യോ, ചത്തില്ല, മിക്കവാറും ചാവും. മുത്തശ്ശി, ജിത്തു ചത്തോ? അല്ല, ജിത്തു. അയ്യോ എന്റെ പൊന്നേ. നീ ഞാൻ സംസാരിക്കാം. മുത്തശ്ശി, ഞങ്ങളെ ശങ്കരന്റെ മക്കളാ. ശങ്കരന്റെ മക്കള്. എന്റെ പൊന്നാമി ഇതൊരു നടക്കി പോകുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. മുത്തശ്ശി, ശർക്കരല്ല, ശങ്കരൻ. ശങ്കരന്റെ മക്കൾ. ഓ, അങ്ങനെ ടൂസ്റ്റർ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ആ മുത്തശ്ശി, അവര് തന്നെയാണ്. മുത്തശ്ശി കണ്ണാടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ?
ആഹാ അടിപൊളി. എടാ മോനെ ആദി, ഇവരുടെ അടുത്തൊന്നും ഐഡിയ കിട്ടുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. ആനാന്ന് പറഞ്ഞ ചേനാന്നാ കേൾക്കുന്നത്. ഓ മുത്തശ്ശി, കണ്ണിമാങ്ങല്ല, കണ്ണാടി കണ്ണാടി. കണ്ണട മാറ്റാനായിരിക്കുന്നു, ഹോസ്പിറ്റലിൽ പോണം. ഓ മുത്തശ്ശി, കണ്ണടല്ല കണ്ണാടി കണ്ണാടി. മാന്ത്രിക കണ്ണാടി ഇല്ലായിരുന്നോ മുത്തശ്ശി പറഞ്ഞേ? ചന്ദ്രന്റെ കല്യാണമാണോ? അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഓ എന്റെ മുത്തശ്ശി, മുത്തശ്ശി ചന്ദ്രനും ദിവാകരനും എന്നല്ല മുത്തശ്ശി, മാന്ത്രിക കണ്ണാടി, മാന്ത്രിക കണ്ണാടി. മാന്ത്രിക കണ്ണാടിന്റെ കഥ കേൾക്കാൻ വേണ്ടി വിളിച്ചതാണോ? ഓ അതായിരുന്നോ? അത് ഞാൻ പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കഥയല്ലയോ? പിള്ളേരെ, മുത്തശ്ശിക്ക് ഇപ്പം വയ്യ, നാളെ വിളിക്കൂ, പറഞ്ഞുതരാം. ആഹാ അടിപൊളി. അങ്ങനെ മുത്തശ്ശിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാന്ന് വിചാരിച്ചപ്പോൾ അവസ്ഥ ഇങ്ങനെയായി. പക്ഷെ വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് അവർ പിറ്റേന്നും മുത്തശ്ശിനെ വിളിച്ചു. ആദ്യത്തെ പോലെ തന്നെ കുറെ വെരിഫിക്കേഷൻ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ മുത്തശ്ശിനെ കിട്ടിയപ്പോൾ മുത്തശ്ശി കാര്യം പറഞ്ഞു തുടങ്ങി. അതായത് ആ കണ്ണാടിന്റെ മുൻപിലേക്ക് പോകുന്നതിന് മുൻപേ ആദിയും ആമയും ആഗ്രഹിച്ചത് തന്നെയായിരുന്നു ഇപ്പൊ നടന്നത് എന്നത്. അവർ ആ കണ്ണാടിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുൻപേ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ആണും പെണ്ണുമായിട്ട് ജീവിക്കണം എന്നുള്ളത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കേട്ടതോടുകൂടി ജോന്റെയും ജിത്തുവിന്റെ ശ്വാസം നേർക്ക് വീണു. കാരണം അവര് കാരണമല്ലല്ലോ ഇതൊന്നും സംഭവിച്ചത്, ഇവരുടെ വിഷു കാരണം തന്നെയാണല്ലോ ഒക്കെ സംഭവിച്ചെന്ന് ഓർത്തിട്ട്. പിന്നെ അവരിനി എങ്ങനെ പഴയതുപോലെ ആവാം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ ഉത്തരം കൊടുക്കുമ്പോഴത്തേക്കും മുത്തശ്ശിന്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടുകൂടി മുത്തശ്ശി വീണ്ടും ഫോൺ വെച്ചു. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇപ്പൊ അവരെ വിഷിന്റെ ബലത്തിൽ തന്നെയാണ് അവരിപ്പോ ഇങ്ങനെ ഇതുപോലെ ആയിരിക്കണം എന്നുള്ളത്. ഇനി പഴയതുപോലെ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ആ മിറർ വഴി തന്നെ സംഭവിക്കുള്ളൂ. പക്ഷെ മിററിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, അങ്ങോട്ടേക്ക് പോക്ക് നടക്കൂല. അതുമല്ലെങ്കിൽ അവരുടെ വിഷ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ ആവാൻ പറ്റും. അതിന് എന്നാലും മാസങ്ങൾ എടുക്കുകയും ചെയ്യും. അതുവരെ ആദി ആമിന്റെ ഐഡന്റിറ്റിയിലും ആമി ആദിന്റെ ഐഡന്റിറ്റിയിലും തന്നെ ജീവിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടല്ല അവർക്ക് ഒരു കാര്യം ഉറപ്പായി, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നവരെ അവൻ അങ്കിളിന്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്ന പ്രധാന പ്രശ്നം അതൊന്നല്ലായിരുന്നു. എങ്ങനെ ഈ പ്രശ്നം സോൾവ് ആക്കാം എന്ന് ഐഷും ചിത്തും തലപുകഞ്ഞ് ആലോചിക്കുമ്പോൾ പരസ്പരം എങ്ങനെ പണി കൊടുക്കാം എന്നായിരുന്നു ആമിയും ആദ്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ വിഷ്ണുവിന്റെയും ജോന്റെയും ആലോചന ഇവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. ആദിന്റെ ശരീരത്തിലേക്ക് പോയ ആമിനെയും ആമിന്റെ ശരീരത്തിൽ പോയ ആദിനെയും എങ്ങനെ വളയ്ക്കാം എന്നായിരുന്നു ആ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ അവര് നേരിടുന്ന പ്രധാന പ്രശ്നം അതൊന്നല്ലായിരുന്നു. 2-3 ദിവസം ഓഫീസിൽ എങ്ങനെയൊക്കെ ലീവ് എടുത്ത് നിന്നതായിരുന്നു. നാളെ തൊട്ട് ഓഫീസിൽ പോകണം. അതുമാത്രമല്ല ഈ 2 കൊണ്ട് ഓഫീസിൽ പോയ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് ഐശ്വന്റെയും ജിത്തുവിന്റെയും തല പെരുക്കുന്നുണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഓർത്തിട്ട് തല പെരുക്കുന്നുണ്ട്. ഇവിടെ തന്നെ 2 അങ്കമട്ട. ഇനിയിപ്പോ നാളെ ഓഫീസിൽ പോയ 2 കൂടി എന്തായിരിക്കും അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മളുണ്ടല്ലോ അവരുടെ കൂടെ, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചെയ്യായിരിക്കൂലേ? ചെയ്യുമെന്ന് വിശ്വസിക്കാം. എടാ ആദി, എന്താടാ? അല്ല ഞാൻ ആലോചിക്കായിരുന്നു, ഇനി അഥവാ നീ പഴയതുപോലെ ആയില്ലെങ്കിലോ? അല്ല ആയില്ലെങ്കിലും നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ജീവിതം തരാം. നീ എന്താണ് വത്സ ഉദ്ദേശിച്ചത്? കിണിക്കല്ലേ? നിനക്കല്ലെങ്കിൽ ആ പെണ്ണിന്റെ അതൊരു കണ്ടുവന്ന കാര്യം എനിക്കറിയായിരുന്നു. ഞാൻ അന്നേ ശ്രദ്ധിച്ചതാ. എന്ത് കണ്ണ്? എനിക്കങ്ങനെ കണ്ടൊന്നുമില്ല. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ. നിനക്ക് നീ ജീവിതകാലം മൊത്തം അങ്ങനെ പെണ്ണായി ജീവിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിലേ നിനക്കൊരു ജീവൻ തരാൻ ഞാൻ പറയായിരുന്നു. അയ്യോ, നീ അങ്ങനെ കഷ്ടപ്പെടണമെന്നില്ല. ഇനി അഥവാ ഞാൻ അങ്ങനെ ജീവിക്കേണ്ടതല്ല, ഞാൻ അവളെ തന്നെ അങ്ങ് കെട്ടിക്കോളാം. അപ്പൊ പ്രശ്നം തോന്നല്ലോ. ആമി, നീ ഇപ്പൊ ബോയ് ആയതിനു ശേഷം നിനക്ക് കുറച്ച് മസിലൊക്കെ ഉണ്ട്. ഇടി കാട്ടുകോഴി, നിന്റെ മനസ്സിലെടുത്തണ്ട. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു അവളുടെ ഒരു അളക്കം. അങ്ങനൊന്നുമില്ല, ഞാൻ വിചാരിക്കായിരുന്നേ ഇത് ഒന്നുമില്ലെങ്കിലും ഞാനും കൂടി കാരണല്ലേ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിനക്കൊരു ജീവിതം തന്നാലോന്ന്. മിക്കവാറും ആ തരാനുള്ള ജീവിതം ഞാനങ്ങ് എടുക്കലായിരിക്കും. കുറെ നേരെ തുടങ്ങിയിട്ട് മനുഷ്യനെ തന്നെ സോൾവാക്കാന്ന് ആലോചിക്കുമ്പോഴാണ്. നീ എന്തിനാണ് അങ്ങനെ അതൊക്കെ കളിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നിന്നെല്ലെങ്കിലും ഗേൾ ആയിട്ട് കാണുന്നതിനെക്കാളും ഭംഗി ബോയ് ആയിട്ട് കാണാനാ. കണ്ടോ എന്താ മസിലൊക്കെ, 6 പാക്ക് ഒക്കെ ഉണ്ടോടി. ഈ പെടക്കോഴി മിക്കവാറും എനിക്കൊരു പണിയാവും. എടി നീ വല്ലാണ്ട് വെള്ളം ഇറക്കണ്ട. ഇനി എനിക്ക് റൈസ് പാക്കോ ഫേസ് പാക്കോ 6 പാക്കോ എന്ത് പാക്ക് ഉണ്ടെങ്കിലും ശരി, നീ വെച്ച വെള്ളം നീ മാറ്റി വെച്ചേക്ക്. ഇനി ഞാൻ പഴയതുപോലെ ആയിട്ടില്ല, ഞാൻ അവനെ തന്നെ അങ്ങോട്ട് കിട്ടു. അവളുടെ ഒരു പൊറട്ട എഴുതിയിട്ട് വന്നിക്കണം. ഒത്തില്ല, ഇനിയിപ്പോ എന്തോ ചെയ്യും? ജോ, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നേ, ആമി ബോയ് ആയപ്പോ കണ്ടു അവള് നല്ല സെറ്റായി മസിലൊക്കെ വെച്ചിട്ടേ 6 പാക്ക് ബോഡിയും. എന്ത് ലുക്കാണ് ബോഡി കാണാന്.
നീ അവളെ വായി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവളല്ല വായി നോക്കുന്നത്, അവളെ ആ ബോർഡിലാണ് ഞാൻ വായി നോക്കുന്നത്. അതായത് അവളെ ബോർഡില്ലല്ലോ, മറ്റേ അതിന്റെ ബോർഡില്ലേ. അതാ ഞാനും ആലോചിക്കുന്നത്, ഞാൻ അങ്ങേരങ്ങ് വളച്ചാലോ? അതും ഞാൻ അവളെ പിന്നാലെ നടന്നിട്ട് എന്താ കാര്യം? അവനെ വളയ്ക്കണമെങ്കിൽ അവന്റെ പിന്നാലെ പോണ്ടേ? അത് ശരിയല്ലേ, റൂട്ടൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഇനി ശരിയാക്കാം. ശരിയാക്കാൻ നീ അങ്ങോട്ട് ചെല്ല്. ആ പെണ്ണ് മിക്കവാറും നിന്നെടുത്ത് ശരിയാക്കാനായിരിക്കും. നമുക്കൊന്നും വേറെ പണിയില്ലടാ. അങ്ങനെ തന്നെ ശരിയാക്കൊന്നുമില്ല. എന്തോ അവൾ എനിക്ക് വല്ലാത്ത മാച്ചാ. പക്ഷെ ഞാൻ ആദ്യന്റെ പിന്നാലെ പോയി വെറുതെ സമയം കളഞ്ഞു. ഇനി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി കറക്റ്റ് വഴി പിടിക്കണം. പിടിക്കാൻ അങ്ങോട്ട് ചെല്ല്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയോളം അവൾക്ക് ഏറ്റവും മാച്ച് ആദ്യമാണ്. അവളെ പോലൊരു വെട്ടുപോത്തിന് അവളെ പോലൊരു വടയക്ഷി സെറ്റാ. അതെ, അപ്പൊ രണ്ടാമത്തിനോട് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ ആമി എങ്ങനെയാണ് അവരുടെ ഓഫീസിൽ പെരുമാറുന്നുള്ളത് നിനക്ക് ഇവളുമാർ പറഞ്ഞുതരും. ആദ്യം എങ്ങനെ അവന്റെ ഓഫീസിൽ പെരുമാറാൻ ഞങ്ങൾ നിനക്കും പറഞ്ഞുതരും. അപ്പൊ രണ്ടാളും അതുപോലെ വേണം പെരുമാറാൻ. പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? പിന്നെ മനസ്സിലായി. തരടി, എന്റെ അടുത്ത പണി ഞാൻ അവിടാണ്. ശരിയാക്കി തരാടാ, ശരിയാക്കി തരാം. നാളെ ഓഫീസിലെത്തട്ടെ, അടുത്ത അങ്കം ഞാൻ അവിടാണ്. എല്ലാം രണ്ടുപേരും റെഡി ആയിട്ടില്ലേ? ആർക്കറിയാം, രാവിലെ തുടങ്ങിയിട്ടുണ്ട്, ഇതുവരെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. 6-ാമത്തിന്റെ പിന്നെയും പോട്ടാൻ നിൽക്കാം. മറ്റേ 2 കോഴിക്കുഞ്ഞുങ്ങൾ എന്തിനുള്ള പുറപ്പാടാന്ന് ആർക്കറിയാം. 6-ാമത്തെ വിട്ടിട്ടില്ലേ? എന്റെ പെങ്ങളായതുകൊണ്ട് പറയില്ല. കോഴിത്തരത്തിന് കയ്യും കണി വെച്ചവളാ. ഞങ്ങളുടെ പഞ്ചായത്തിലെ ആസ്ഥാന കോഴി അവിടെ പ്രഖ്യാപിച്ചാലോ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ചോദിച്ച കേസാണ്. ജോന്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്, എനിക്കത് അറിയുന്നതാ. ഗായ്സ്, ഇതെങ്ങനെയുണ്ട്? സമയമില്ലാത്തതുകൊണ്ട് ഓഫീസിൽ പോകാനായതുകൊണ്ടും ഞങ്ങൾ ഫുൾ കഴിവും കൊണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എടി ജോ, നീ എന്തോന്നാണ് എന്റെ പേര് കാട്ടി വെച്ചിരിക്കുന്നത്? എന്റെ ഫ്രണ്ടാണ് ഇതാക്കി തന്നത്, ഫാഷനാന്ന് പറഞ്ഞിട്ട്. നീ പറയുന്ന നിന്നെ കണ്ടാലും മതി, കറിക്കാരൻ കമത്തി വെച്ചിരിക്കുന്നത് ബിരിയാണി ചെമ്പോ തലക്ക് മേലെ. എനിക്ക് അറിയണ്ട, എന്റെ ഫ്രണ്ടാ പറഞ്ഞത് ഇതാണ് ഫാഷൻ എന്നുള്ളത്. എന്തോന്നാടാ വിഷ്ണു, നിനക്കുണ്ടാവുന്ന ദേഷ്യം നീ പറഞ്ഞാ പോരെ, ഇതൊരു മാതിരി. എന്താ പറ്റി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? എന്റെ പൊന്നാതി, നിനക്ക് തീരെ ഫാഷൻ സെൻസ് ഇല്ല. അപ്പൊ ഫാഷൻ സെൻസ് അല്ല ഞാൻ അങ്ങനൊക്കെ ചെയ്തു തരുമ്പോൾ നീ അതിനോട് കടപ്പാട് കാണിക്കേണ്ട സ്ഥാനത്ത് കടപ്പാടല്ല, ഈ പോക്കാണ് മിക്കവാറും രണ്ടിന്റെ കിടപ്പാടം ഞാൻ ഇല്ലാണ്ടാക്കും. എന്തോന്നാളെ കാട്ടി വെച്ചിരിക്കുന്നത്? അവരുടെ ഫാൻസി ഡ്രസ്സിന് പോവാണോ? ഒന്ന് പോയിട്ട് 2 ഡ്രസ്സ് മാറ്റിട്ട് സമയമില്ല. പിന്നെ നിങ്ങൾ രണ്ടാളും കേൾക്കാൻ വേണ്ടി പറയാം, എന്തിനാണ് അവരെ ഒട്ടി നടക്കണമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കോഴിത്തര 2 കയ്യിൽ വെച്ചോണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ 2 കോഴിക്കളെ കൂടെ അറക്കാൻ കൊടുക്കും. ഓ മൈ ഗോഡ്, ഡാർക്ക്. അതെ, അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ഓഫീസിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം നിനക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി. അതേപോലെ തന്നോട് ഇവൻ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരും. അതുമായി താൻ ചെയ്താൽ മതി. അതിനെന്താ? മറ്റേ കുട്ടിന്റെ പേര് ഞാൻ പറഞ്ഞത് ദീപ്തി. ഓക്കെ. പിന്നെ അതാണ് ഞങ്ങൾ പറഞ്ഞ റോബിൻ. ഗുഡ് മോർണിംഗ്. റോബിനോട് സംസാരിക്കരുതെന്നാണോ പറഞ്ഞത്? നീയൊക്കെ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? അവളെ ബോഡിയിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപേ ഓഫീസിലുള്ള അവളുടെ ഇമേജ് ഞാൻ വട്ടപൂജ്യമാക്കിയിരിക്കും. എടോ, താ നോക്കിക്കോ. തന്റെ ആ ഫ്രണ്ട് അവന്റെ ബോഡിയിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ അവന്റെ ഇമേജ് ഞാൻ താറടിച്ചിരിക്കും. നാറ്റിക്കാവുന്നോർത്തോളം ഞാൻ നാറ്റിക്കും. അയ്യോ, ഈ 2 കൂടി കെട്ടി വന്നത് പുതിയതായിരുന്നു. മിക്കവാറും ഈ ആരോമേജകരും ഉണ്ണിയാർച്ചയും കൂടി ഈ ഓഫീസ് തലകീഴ മറക്കുന്ന തോന്നുന്നത്. അവന് പെമ്പിള്ളാരോട് അലർജി, അവന്റെ അലർജി തീർത്തു കൊടുക്കുന്നുണ്ട്. ഹേ ദീപ്സ്, ഗുഡ് മോർണിംഗ്. എന്നോടെന്നാണോ? ഓഫ് കോഴ്സ്, തന്നോടുള്ള പറയാണ്ട് ഞാൻ എന്തൊക്കെ പറയാം. ദീപ്സ്, തന്റെ ചുരിദാർ നന്നായിട്ടുണ്ടോ? തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. Yeah, I'm totally fine, darling. You're looking so hot, man. ഹോട്ടോ? ഞാനാണോ അല്ലെങ്കിൽ കാലാവസ്ഥ ആണോ? മാൻ. അതെ, അവര് പരസ്പരം പാല പണിയാൻ വേണ്ടി മറ്റവരായിട്ട് ഫ്ലോട്ട് ചെയ്യും, പക്ഷെ നമ്മൾ അതിന് സമ്മതിക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. അവരവരുടെ ബോഡിയിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് അവരെ വളയ്ക്കാനുള്ളതാണ്. തന്നോട് അയച്ചു പറഞ്ഞിട്ടില്ലേനോ അയാളോട് സംസാരിക്കുന്നത്? അതെന്റെ ശത്രു എന്നുള്ളത് അതറിഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ കാമ്പിള്ളാരെ പുച്ഛല്ലേ, ആ പുച്ഛ ഞാൻ തീർത്തരാം. ആണോ? എന്നാൽ തനിക്ക് പെമ്പിള്ളേരോട് അലർജി ഞാനും തീർത്തരാം.
ആമിനെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റോബിനിട്ട് നന്നായിട്ട് ആദ്യം എടുക്കാറുണ്ടായിരുന്നു. തിരിച്ച് ആമി അങ്ങനെ തന്നെ ആയിരുന്നു. ദീപ്തിനോട് അടുക്കാൻ കിട്ടുന്ന എല്ലാ അവസരം അവളും ചെയ്യാറുണ്ടായിരുന്നു. ഇത് രണ്ടും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാക്കും പിരി കയറാറുണ്ടായിരുന്നു. എന്താ കാണിക്കുന്നത്? കാണിച്ചു അവന്റെ മടിയിലായിരുന്നു ഫോട്ടോ എടുക്ക്. ഹായ്, ആ ഐഡിയ എനിക്ക് എന്താണ് നേരത്തെ തോന്നിയില്ല. എടോ ഇയാളെ ഞാനൊന്നുണ്ടല്ലോ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലടാ. കൊല്ലാൻ നീ ഇങ്ങോട്ട് വടി കള്ളിയം കാട്ട് നീലി. എടാ മാക്കാച്ചിമോറ, നിന്നെ ഞാൻ കുറെ കാലായി സഹിക്കുന്നത്. വേണ്ട വേണ്ട നോക്കുമ്പോ തലേന്ന് ഇറങ്ങുന്നോ? ഞാൻ ഈ അവസ്ഥ തന്നെ പോയി. ഞാൻ പഴയതുപോലെ ആവട്ടെ, നിന്റെ തലമണ്ട ഞാൻ ആദ്യം അടിച്ചു കൊടുക്കുന്നുണ്ടാവാ. അടിച്ചു പൊളിക്കാൻ നീ ഇങ്ങോട്ട് വടി മരങ്ങുത്തുമോടി. ഞാൻ നിന്നേരല്ലേ നിന്റെ മോണ്ട ഞാൻ തേക്കാതെ ചുമരമേട്ട് ഉറതടി. പിന്നെ പറയണ്ടല്ലോ, ആസ് യൂഷ്വൽ അവർ തമ്മിൽ അടി തുടങ്ങി. ഇപ്പൊ ഏത് അവസ്ഥയിലാ രണ്ടൊന്നും ഒന്നുകൂടി ഓർക്കാതാണ് ആ ക്യാൻറ്റീനിൽ ഇരുന്ന് പൊരിഞ്ഞടി ഉണ്ടാക്കുന്നത്. അവിടെയുള്ള ആൾക്കാരാണെങ്കിലോ അത്ഭുതത്തോടു കൂടിയാണ് ഇവരെ നോക്കി നിൽക്കുന്നത്. ഈ ശബ്ദം കേട്ടിട്ടായിരുന്നു ബാക്കി 4 പേർ അങ്ങോട്ട് വന്നത്. അടി കണ്ടതും അവരെ കണ്ണു തള്ളി കിളി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ നിങ്ങളല്ല. അതെ, വിശന്നാ നിങ്ങളല്ലാതാകും. എന്താന്ന് നിങ്ങൾക്ക് രണ്ടാക്കും നല്ല വിശപ്പില്ലേ? പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ. ആദ്യം നീയും പോരും എന്തെങ്കിലും കഴിക്കും. ആദ്യം നിന്നോടാ പറഞ്ഞത് എന്നെ പോയി കഴിക്കാൻ. അതിന് നീ അവളെ നോക്കി പറയേണ്ട ആവശ്യം? ഞാൻ അവിടെ നിൽക്കുന്നത്. ഓ ഈ ചെറുക്കട കൊണ്ട് ആമി നിന്നോടല്ല ആദിനോടല്ലേ അവര് പറയുന്നത്. അതെനിക്ക് മനസ്സിലാക്കല്ലോ, അവനോടാ പറഞ്ഞത്. അത്ര ഞാൻ നടക്കുന്നത്. ഫണ്ണി റിലേഷൻഷിപ്പിലൊക്കെ പൊസസീവ്നെസ് ഒക്കെ നല്ലതാ, പക്ഷെ ഇത്ര പൊസസീവ്നെസ് പാടില്ല. ആദി എടോ, താൻ വിചാരിക്കുന്ന മാതിരി ഒന്നല്ല. ആമിയും റോബിനും തമ്മിൽ ഒന്നുമില്ല. അവര് നല്ല ഫ്രണ്ട്സ് ആണ്. അതെ അതെ അതെ, ഐഷു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആദ്യം താൻ വിചാരിക്കുന്ന മാതിരി ദീപ്തിയും ആദ്യം തമ്മിൽ ഒന്നുമില്ല. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നൊക്കെ വളരെ മോശമല്ലേ? റിലേഷൻഷിപ്പോ? ഏത് റിലേഷൻഷിപ്പ്? അത് ഞാൻ ഈ ചിമ്പാൻസിനെ ഇട്ടു. ഇവനൊക്കെ ഇനി റിലേഷൻഷിപ്പ് ആവണമെന്നല്ല, ഞാൻ വല്ല മലമുകളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. അയ്യോ, അത് നിന്നെ നോക്കണേക്കാന്നല്ല, ഞാൻ വല്ല കടലിൽ മുക്കി ചാവണതാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ, ഒന്ന് സംസാരിക്കാനുണ്ട്. അതെ, അതും വളരെ അത്യാവശ്യമായിട്ട്. റിലേഷൻഷിപ്പോ? അപ്പൊ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു? ആവാൻ ചാൻസ് ഉണ്ട്. അവൻ്റെ അടുത്ത് പറഞ്ഞതാ, ഇവർ പഴയതുപോലെ അല്ലെങ്കിലേ അവൻ അവളെ തന്നെ കെട്ടുന്നത്. അപ്പൊ ഞാൻ വെച്ച വെള്ളം വെറുതെ ആയിപ്പോയോ? സാരില്ല, ആ വെള്ളം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം. എന്നിട്ട് 2 കപ്പ് ചായ കുടിച്ച് നമുക്ക് ഈ വിഷമം കൊണ്ട് മാറ്റാം. എന്താ രണ്ടിന്റെ ഉദ്ദേശം? അറിയാൻ മേലാത്തോട് ചോദിക്കാം, എന്താ രണ്ടിന്റെ ഉദ്ദേശം? ഞങ്ങളൊരു ഭാഗത്തു കൂടെ ഇങ്ങനെ സോൾവ് ആക്കാൻ നോക്കുമ്പോൾ രണ്ടും കൂടി വീണ്ടും കൊളാക്കണം. ചിരിക്കല്ലേ, രണ്ടും കൂടി കേൾക്കാൻ വേണ്ടി പോരാ. ഇനി എങ്ങാനും ഇത് നിങ്ങൾ കോളാക്കാൻ നോക്കിയാൽ രണ്ടിന്റെ വായിൽ ഞങ്ങൾ ടാറ് ഒഴിക്കി വയ്ക്കും. പിന്നെ ഇവിടെ റോട്ടുമിടാൻ ടാറ് തകയില്ല, പിന്നെ ഞങ്ങളെ വായിൽ വയ്ക്കും. കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ചളി അടിച്ചല്ലേ? നിന്റെ പ്രശ്നം എന്താ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ നിന്റെ ബോഡിയിലാണെങ്കിലും അവനൊരു ബോയ് ആണ്. അപ്പൊ അവന് നമ്മളോട് കൂട്ടുകൂടുന്നേക്കാൾ കുറച്ചും കൂടി ഈസി റോബിനോട് സംസാരിക്കാനായിരിക്കും. പിന്നെ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട്, നീ എപ്പോഴും നിന്റെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഓപ്പോസിറ്റ് ആൾക്ക് എന്താ പറയാനുള്ളതും കൂടി നീ കേൾക്കാൻ ശ്രമിക്കാറില്ല. ഞങ്ങൾക്കറിയാം നിനക്ക് എന്താ റോബിനോട് ഇത്രമാത്രം ദേഷ്യം എന്നുള്ളത്. നിന്റെ വിചാരം നിന്റെ എല്ലാ വർക്കും റോബിൻ തട്ടിയെടുക്കാന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല ആമി. നീ ചെയ്യേണ്ട വർക്ക് അത് നിനക്ക് കുറച്ചും കൂടി ഹാർഡായിരിക്കും. നീ ഒരു ഇന്റേൺ ആണ്, പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. നിന്റെ ഒരു വർക്കും അവന്റെ പേരിൽ ചെയ്തിട്ടില്ല. അതൊക്കെ നിന്റെ പേരിൽ തന്നെ അവൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നീ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിക്കണ നമ്മളെ ബോസ് നിന്നെ ഫയർ ചെയ്യുന്ന ഉറപ്പുള്ളതാണ് അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. നീ വിചാരിക്കുന്നവരെ അവൻ നിന്റെ ശത്രു അല്ല ആമി. അവൻ്റെ പാവാണ്. അവനോട് കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും അത് മനസ്സിലായത്. അതുപോലെ തന്നെ ദീപ്തിന്റെ കാര്യത്തിൽ നമുക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരി സാറ് നിന്റെ അടുത്ത് ചെയ്യുന്നത് നിന്നോടുള്ള ഇഷ്ടക്കുറവൊന്നുമല്ല. ദീപ്തി ബോസിന്റെ വൈഫാണ്. ആ കുട്ടി പ്രഗ്നന്റാ. അപ്പൊ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ വർക്ക് നിന്നെ ഏൽപ്പിച്ചത്. അത് നിന്നോട് ഏൽപ്പിക്കാൻ കാരണം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ബോസിന് ഇന്റേൺസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്റെ അടുത്താണ്. അതുകൊണ്ടാണ് നിന്നെ ഓരോ വർക്കും ഏൽപ്പിക്കുന്നത്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഇന്റേൺഷിപ്പ് തീർക്കാൻ പറ്റും. നിന്റെ ഇന്റേൺഷിപ്പ് വേഗം തീർക്കാൻ വേണ്ടിയിട്ടും നിന്നെ ഇവിടെ പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് ബോസ് നിനക്ക് ആ വർക്കുകളൊക്കെ തന്നോട് നിന്നത്. പക്ഷെ ബോസ് നിന്റെ അടുത്ത് പറഞ്ഞിരുന്ന ടോണ് അത് തെറ്റായിരുന്നു. അതുകൊണ്ടാണ് നിനക്കത് ഒരു ശരിയായ രീതിയിൽ തോന്നാതിരുന്നതും. ദീപ്തിന്റെയും റോബിന്റെയും കാര്യത്തിൽ ആദിക്കും ആമിക്കും ഉണ്ടായിരുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയായിരുന്നു. അതിന് പൂർണ്ണമായിട്ടും അവരെ കുറ്റം പറയാനും പറ്റില്ലായിരുന്നു. ആദിനെ സംബന്ധിച്ചിടത്തോളം അവന് ഓവർ വർക്ക് തന്നെയായിരുന്നു. ദീപ്തിന്റെ ഓരോ വർക്കും അവനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവൻ്റെ ബോസ് അത് ക്ലിയർ ആയിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആദിക്ക് പ്രശ്നം വരില്ലായിരുന്നു. ആമിന്റെ കാര്യം മറിച്ചല്ലായിരുന്നു. അവൾ ഓരോ വർക്കും റോബിൻ തട്ടിയെടുക്കാന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. അതങ്ങനെയല്ല എന്നൊരു ക്ലാരിറ്റി റോബിൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രം പോരാ, അതിനൊരു ക്ലാരിറ്റിയും കൂടി വേണമായിരുന്നു. ക്ലാരിറ്റി ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പം ആദിക്കും ആമിയിലും ഉണ്ടായതുപോലെ.
മൈ ഗോഡ്, ഇന്നതായിരുന്നു ഡേറ്റ്. ഞാൻ ആ ഡേറ്റ് മറക്കാൻ പാടില്ലായിരുന്നു. എന്താടോ, എന്തു പറ്റി? എന്തെങ്കിലും പറ്റുന്നതിന് മുന്നേ ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ വരാം. ഇത് കുടിച്ചോ, തരാൻ വേണ്ടി വന്നതാ. എന്താ സ്നാക്കിയോ? സ്നഗ്ഗല്ല, ഇതെന്തിനാ എനിക്ക്? പിന്നെ ഇത് എനിക്കാണോ ആവശ്യം? ഞാൻ താങ്ങണോ? അതൊക്കെ താങ്ങേണ്ടി വരും. താഴെ വെച്ച് പെണ്ണ് അവൻ ഈസി ആണെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ബാഗിൽ ഒരു ഹോട്ട് ബാഗ് ഉണ്ടാവും, അതേമാതിരി ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാവും. വേദന അധികമാവുന്ന സമയത്ത് അത് തിന്നാൽ മതി. എന്താണാടി ഇത്? ഇതൊരു മതി പട്ടാളത്തിൽ പറ്റി യുദ്ധത്തിന് പോണ മതി ഉണ്ടല്ലോ. ഇതൊരു യുദ്ധം തന്നെ. എല്ലാ പെമ്പിള്ളാരും മാസത്തിൽ യുദ്ധം നേരിടാറുണ്ട്. താനൊന്ന് നേരിട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും പെണ്ണായി ജീവിക്കാത്ര എളുപ്പമല്ലാന്നുള്ളത്. ആമി പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു. ആദിക്ക് അന്നത് മനസ്സിലായി, ഒരു പെണ്ണായി ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. ഓരോ മാസവും ആ ഒരു പെയിന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ളതാണ്, പക്ഷെ അനുഭവിക്കാൻ കഠിനമായതുമായിരുന്നു. ഒരു പെണ്ണൊരു മാസത്തിൽ ആ 7 ദിവസം കടന്നു പോകുന്നത് എത്ര വലിയ ഭയാനകമായ കാര്യം എന്നുള്ളത് ആദ്യം ആ നിമിഷം ഓർത്തുപോയി. എന്തോ ആ സമയത്ത് അവൻ അവൻ്റെ അമ്മനോടും ചേച്ചിനോടും വല്ലാത്തൊരു റെസ്പെക്റ്റും തോന്നിയിട്ടുണ്ടായിരുന്നു. പാവം, ഇതൊക്കെ സഹിച്ചിട്ടല്ലേ തനിക്കൊന്നും ഭക്ഷണങ്ങളും വീട്ടിലൊരു കുറവ് പോലും വരുത്താതെ നമ്മുടെ ഓരോരുത്തരും അമ്മമാരും ചെയ്യുന്നതെന്നുള്ളത്. ഈ വേദനയും വിഷമങ്ങളും എന്നെങ്കിലും അവർ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്തോ അവനൊരു നിമിഷം അമ്മനെ കാണാൻ വരെ തോന്നിപ്പോയി. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവനത് പറ്റില്ലായിരുന്നല്ലോ. പക്ഷേ അത് ആദിക്ക് മാത്രമുള്ള തിരിച്ചറിവ് അല്ലായിരുന്നു, ആമയ്ക്കും ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു. ഇത്രയും കാലം അവൾ വിചാരിച്ചിരുന്നത് പെണ്ണായി ജീവിക്കാനും പെണ്ണുങ്ങൾക്ക് മാത്രമേ കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നുള്ളതിനും. പക്ഷെ അല്ല, ആണായി ജീവിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജീവിക്കാനേ ബുദ്ധിമുട്ടാ. നമുക്ക് ഏജ് കൂടും തോറും നമുക്കുള്ള ഓരോ ടാസ്കും കൂടിക്കൊണ്ടേ വരും. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറില്ലെന്നോ, ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നവും സോൾവായി. അത് നിങ്ങൾ കഠിനമായി പഠിച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മൾ അറിയാതെ പോയി സത്യം ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ഓരോ വർഷം പോകുന്തോറും വയസ്സ് കൂടുന്തോറും നമുക്കുണ്ടാവുന്ന ടാസ്കുകൾ കൂടിക്കൊണ്ടേ വരികയുള്ളൂ. അതാണായാലും പെണ്ണായാലും. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അത് ആദ്യമായി ജീവിച്ചപ്പോൾ ആമയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പലവട്ടം ആദ്യന്റെ വീട്ടിൽ നിന്ന് അവര് പൈസകൾ ചോദിച്ച് വിളിക്കാറുണ്ടായിരുന്നു. അതിൽ ചോദിക്കുന്ന പല പൈസയും ആദ്യന്റെ സാലറിനേക്കാളും കൂടുതലായിരുന്നു. സത്യത്തിൽ പലവട്ടം നമ്മളും കണ്ടു കാണില്ലേ, വീടുകളിൽ ഓരോ ആവശ്യങ്ങൾ അച്ഛന്മാരോടോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് അതിന് പറ്റുമെന്നും കൂടി ചിലപ്പോൾ പലരും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ, സാലറി അവർക്കുണ്ടോ, അതൊന്നും ചിന്തിക്കാതെ അവർക്ക് പല ആവശ്യങ്ങളും ആളുകൾ ചോദിക്കുന്നുണ്ടാവാം. അത് തന്നെയായിരുന്നു ആദ്യന്റെ അവസ്ഥ. എടാ വിഷ്ണു, നിനക്ക് ഇവിടെ ഉള്ള പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണ് പുതിയ വള്ളിക്കെട്ട് കേസ് ഇട്ട് വന്നത്. എടാ അവൻ അങ്ങനെ ഒരു വള്ളിക്കെട്ട് കേസൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, അവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുന്നത്. അവൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു വേറെ ഫ്രണ്ടും കൂടി ഉണ്ട്, അവളെ ഞാൻ കുറെ കൊല്ലത്തിന് ശേഷം എപ്പോഴാണ് കാണുന്നത്. അവർക്ക് നമ്മുടെ ഓഫീസിലാണ് ജോലിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയും കാണില്ല. എനിക്കാണെങ്കിൽ വേറെ ഗേൾസ് ഹോസ്റ്റലും അറിയാം. ഇതാകുമ്പോൾ ഇവിടെ കുറെ പെമ്പിള്ളാരും ഉണ്ടല്ലോ, അപ്പൊ അവളും കൂടി ഇങ്ങോട്ട് വിളിച്ചാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. എടാ അവര് വരുന്നതിന് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നിനക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നതല്ലേ, ആ യുദ്ധക്കളത്തിലേക്ക് ഇവരും കൂടി വിളിച്ചു വരുത്തണോ? എടാ അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർക്ക് ഈ 2 അറിയില്ലല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത്. അല്ല, അത് വിഷ്ണു പറഞ്ഞാൽ ശരിയല്ല. അവർ തമ്മിൽ അറിയാത്ത സ്ഥിതിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ശരിയാണ് ജിത്തു, വിഷ്ണു പറഞ്ഞത് തന്നെയാണ് ശരി. അതുകൊണ്ട് അവർ വന്നോട്ടെ. എടാ നിന്റെ പെങ്ങളെ, എന്റെ പെങ്ങളെ നിന്റെ പേര് വിളിക്കുന്നത് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? നിനക്ക് തോന്നുന്നത് എന്റെ തോന്നുന്നില്ലേ? ഇനി എനിക്ക് മാത്രമാണോ തോന്നുന്നത്? അയ്യോ അതുവേട്ടൻ. നിങ്ങൾക്കറിയാം അതുനും ഗീതുനെയും, എന്റെ ഫ്രണ്ട്സാണ്. എടാ പൊട്ട, അതെന്റെ ഏട്ടനാണ്. നീ അതുവിന്റെ പെങ്ങളാണോ? എടാ ഗീതു ചേച്ചി ആദ്യന്റെ ചേച്ചിയാടാ. അടിപൊളി. വീട്ടുകാരൊന്നും അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ ഓരോ കള്ളത്തരമാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അറിയാത്ത വീട്ടുകാർ ഫ്ലിപ്കാർട്ടിൽ കൂടെ ഓർഡറും ചെയ്ത് അവൻ വിളിച്ച് വരുത്തിക്കുക. എനിക്കറിയാമല്ലോ ഇവര് സിബ്ലിങ്സ് ആണെന്നുള്ള കാര്യം. അടിപൊളി. എന്തായാലും കാര്യങ്ങളൊക്കെ എങ്ങനെയായ സ്ഥിതിക്ക് നിങ്ങളൊന്ന് ആക്ട് ചെയ്ത് നിൽക്ക്. അതെ, കൈയോട്ട് പോകാതിരിക്കാൻ നമ്മളും കൂടി ശ്രദ്ധിക്കണല്ലോ. ഓക്കെ, ഞാൻ ഏറ്റു. ഏട്ടാ ഏട്ടാ, ഏട്ടനെ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം. ഏട്ടാ ഏട്ടനെന്താ? ചേച്ചി ചേച്ചി വാ കയറിയിരിക്കെ. ചേച്ചി എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സോ? എന്നെയോ? ആമി, നീ ഓക്കെ അല്ലേ? നിനക്കെന്ത് പറ്റി? എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഏട്ടനെ കണ്ടപ്പോഴേ വല്ലാത്തൊരു സന്തോഷം. അടിപൊളി, തുടക്കം തന്നെ പോയി കിട്ടി. എന്താ എടാ പൊട്ട, ആദ്യം അവന്റെ ചേച്ചിയോട് വേണ്ടിയിട്ട് വർഷം കുറച്ചായി.
സെയിം ഹിയർ. ആമയും അവളെ ഏട്ടനെ കണ്ടാൽ മിണ്ടാറില്ല. എന്നിട്ട് ഇപ്പൊ നോക്ക് രണ്ടും കെട്ടിപ്പിടിച്ചിട്ട് ഇതിൽ തന്നെ അവർക്ക് ഡൗട്ട് അടിച്ചു കാണും. ആദി എന്താ? അയ്യോ എടാ ആദി നിന്നെ വിളിക്കുന്നടാ, വിളി കേക്കടാ. എന്താ ചേച്ചി? എടാ വിഷ്ണു, അവർക്ക് ഡൗട്ട് അടിക്കണം എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യടാ. നിങ്ങളത് അവിടെ തന്നെ നിൽക്കുന്ന, വാ കേറി വാ. അല്ല, നിങ്ങളൊക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്? ഇവര് നീ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, നിനക്കെന്തോ ഓഫീസ് വർക്കാർ പുറത്തു പോയതാന്നല്ലേ? അതെ, ഇതും പുറത്ത് തന്നെയാണല്ലോ. അങ്ങനല്ല, പോയതായിരുന്നു അവര്. ഇപ്പം ഞങ്ങളൊക്കെ കൂടി റൂം എടുത്ത് ഞാൻ താമസിക്കുകയാണ് ഒരു പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. എടാ പക്ഷെ വിഷ്ണു, നീ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ നീ ഇവരെ കൂടെ താമസിക്കണമെന്നുള്ളത്. അതിന് എനിക്കറിയാം ഇവർ നിങ്ങളെ സിബ്ലിങ്സ് ആണുള്ളത്. അത് നേരത്തെ അറിയായിരുന്നെങ്കിൽ ആദ്യക്കുള്ള പരിപ്പോടും ചായയും ഞാൻ അന്നേ കൊടുത്തേനെ. ഇത്രയും താമസിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പരിപ്പ് വടി ചായയോ? എന്തിന്? അതൊക്കെ ഉണ്ട്. അവനെ ഞാൻ പണ്ടേ നോട്ടോട്ട് വെച്ചതായിരുന്നു. പക്ഷെ ഗീതുവിന്റെ അനിയനാന്നറിയാൻ വല്ലാതെ ഞാൻ വൈകിപ്പോയി. കുഴപ്പമില്ല, ഒക്കെ ശരിയാവട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. ഡോ, താനെന്താടോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല. വിഷ്ണു, വിഷ്ണു. ഓ, ഇരുന്നുണ്ട് വിഷ്ണു. വിഷ്ണു, വിഷ്ണു നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു പരിപ്പുവടിയും ചായയും? എനിക്കും വേണം പരിപ്പുവടിയും ചായയും. ഓ, ഇതാ പരിപ്പോടും ചായയല്ല. ഏത് പരിപ്പുവടിയും ചായയും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചിത്തു, വിളിച്ചോണ്ട് പോടാ നിന്നെ. എന്റെ പൊന്നു ജോ, നീ ഒന്ന് വരുന്നുണ്ടോ? നല്ല പരിപ്പുവടിയും ചായയും നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം. അത് മതി, നല്ല മുരിഞ്ഞ തന്നെ വേണേ. ഓ, ഇനി ഇവിടെ വന്ന് അവൻ നിന്റെ അടുത്ത് മുരിക്കുന്നോട് വരുന്നുണ്ടോ? ഒന്നെങ്കിൽ തീറ്റ അല്ലേ വായനോടോ? നിനക്ക് രണ്ട് കാര്യം മാത്രം അറിയുള്ളൂ. അതൊക്കെ അറിഞ്ഞാൽ പോലെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ വന്ന പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത്. നിനക്കിത് മാത്രമേ ആവശ്യമുള്ളൂ? എനിക്കിതൊക്കെ തന്നെ ആവശ്യമുള്ളൂ. എടോ, താൻ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. താൻ വല്ല പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വിഷ്ണു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്? എന്റെ ബലമായ സംശയം, ചേച്ചിക്ക് +1 പഠിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 7ാം ക്ലാസ്സിലാ. അപ്പൊ അവർക്കിട്ട് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും അത് ഇവനായിട്ട് ആവാനാണ് ചാൻസ് ആ റിലേഷൻഷിപ്പ്. അപ്പൊ തനിക്ക് വിഷ്ണു ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നു? എടി, അതെങ്ങനെ മനസ്സിലാവുക? ഈ ചെക്കന്മാർക്ക് +1 പഠിക്കാൻ പോകുന്നതായിരിക്കും. പിന്നെ ആ ഒരു ലുക്കൊക്കെ അങ്ങോട്ട് മാറും. അതുകൊണ്ടൊക്കെ എനിക്ക് അവനെ മനസ്സിലാവാഞ്ഞതും അവൻ എന്നെ മനസ്സിലാവാഞ്ഞതും. അതുകൊണ്ട് ഇത്രയും കാലം എനിക്കൊന്നും കിട്ടിയില്ല. പണ്ടേ കുത്തിത്തിരിപ്പായിരുന്നല്ലേ? അതെ, ഇവിടെ 3 റൂമേ ഉള്ളൂ. അതുകൊണ്ട് ഗീതോച്ചി ഒരു കാര്യം ചെയ്യും. ഗീതോച്ചി ഞങ്ങളെ കൂടെ വന്ന് കിടന്നോ? അത് നീ ഞങ്ങളുടെ കൂടി വന്ന് കിടന്നോ? അല്ല, അപ്പൊ ആദ്യം ആമിയും ഒരു റൂമിലാണ് കിടക്കാറ്. എന്തോന്ന്? അല്ല, അങ്ങനല്ല. ആദ്യം ഞങ്ങളുടെ കൂടെയും ആമി ഇവരെ കൂടെ ആയിരുന്നു കിടക്കാറ്. ഇനിയിപ്പോ നിങ്ങൾ വന്ന സ്ഥിതിക്ക് അവരൊരു റൂമിൽ കിടക്കേണ്ടി വരും എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അതൊന്നും വേണ്ട. ഞാനും ആദ്യം ഒരുമിച്ച് കിടന്നോണ്ട് ഞങ്ങൾ ഹാളിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ റൂമിൽ ആമിയും ഗീതും കിടന്നോട്ടെ. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് റൂമിൽ നമുക്ക് കിടക്കാം. ഹാളിൽ വിഷ്ണുവും ചിത്തും കിടന്നോളും അല്ലേ? ജന്നലോരമായി മുന്നാലേ മിന്നൽ പോലവേ വந்தாயே വിണ്ണை தாண்டி ஒரு சொர்க்கத்தை மண்ணில் ஏங்கியே தந்தாயே நீ விளக்காதே நொடியில் என் மனம் தாங்காதே என்ன நேரமோ தெரியாதே என் ஜீவன் ஏங்குதே. ഡോ, താൻ പറഞ്ഞതേ തന്റെ ചേച്ചിക്ക് വിഷ്ണുവിന്റെ റിലേഷൻഷിപ്പ് എന്നല്ലേ? പക്ഷെ കണ്ടു തോന്നുന്നതേ അത് എന്റെ ഏട്ടനായിട്ടായിരുന്നല്ലോ. ഇനി അത് നിന്റെ ഏട്ടനായിരുന്നു. അപ്പൊ താൻ എന്തെന്ന് ഉറപ്പിക്കണോ? 2 തുഴപ്പന്മാരും കൂടി എന്താക്കുക? അല്ല, ഇയാള് പറഞ്ഞേ ഇയാളും തന്റെ ചേച്ചിയും തമ്മിൽ റിലേഷനിലായിരുന്നു എന്നുള്ളത്. പക്ഷെ കണ്ടിട്ട് എന്റെ ചേട്ടനായിട്ടാ തോന്നുന്നത്. ആ തോന്നൽ ശരിയാണ്, നിന്റെ ഏട്ടനായിട്ട് തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ താനെന്തിനാണ് എനിക്ക് പരിപാടി ചായ തരുന്നത്? അത് നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ പോവാൻ റെഡി ആവാ. ചേച്ചി, ഓഫീസൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായി. ചേച്ചി ഫസ്റ്റ് ടൈം ആണോ? ഇന്റേൺ ആയിട്ടാണോ ജോയിൻ ചെയ്തത്? ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ വർക്കിലെന്ന് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളോട് 3 ആളോട് ചോദിച്ചാൽ മതി. അല്ല, നിങ്ങളങ്ങനെ ഫസ്റ്റ് ടൈം ആവാ? നിങ്ങളത് മുന്നേ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ? അല്ല, ആദ്യം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവ പറഞ്ഞ ശരിയായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ അവിടെ അധികകാലം നിന്നിട്ടില്ലായിരുന്നു. ഗീതു അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ആദ്യക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം അവന്റെ അറിവിൽ അവന്റെ ചേച്ചി ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ തനിക്ക് അവിടെ നിന്നുണ്ടായ ദുരനുഭവം ഗീതു പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അവൾക്കുണ്ടായിരുന്ന ഹെഡ് ഓഫീസർ അവിടെ വെച്ച് അവൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവൾ വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളും ആലോചിച്ച് സഹിച്ചു നിൽക്കാൻ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നീട് ആ ഉപദ്രവം സഹിക്കാനായപ്പോൾ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വീട്ടിൽ അവൾ പറഞ്ഞിട്ടില്ലായിരുന്നു. പകരം അവളൊരു കഫേലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ട് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ആദ്യം എപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ അവളെ കയ്യിൽ കാര്യമായിട്ട് കാശില്ലാതായത്. അല്ലാതെ ആദ്യക്ക് കൊടുക്കുന്നതിന് അവൾക്ക് മടി ഉണ്ടായിട്ടായിരുന്നില്ല. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്കൊരു ബ്രദർ ഇല്ലേ? അയാളോട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ പോരായിരുന്നു. എനിക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ജിത്തു അവനടുത്ത് പഞ്ഞിക്കിട്ടനെ. അത് അവൻ എന്റെ അനിയനല്ലേ. അനിയനാന്ന് വിചാരിച്ചിട്ട് വാഴ പോലെ പന്തലിച്ച് പടർന്നിട്ടല്ലേ നിങ്ങൾ പറഞ്ഞോളാലെന്നോ? ജോന്റെ ഐശുവിന്റെ ചോദ്യത്തിനൊന്നും ഗീതുവിന് ഉത്തരമില്ലായിരുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ അവളും പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് അവിടെ നേരിടേണ്ടി വന്ന ഉപദ്രവമൊക്കെ ഒന്ന് അതിനോട് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ താൻ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അവനൊന്ന് കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചോദ്യങ്ങൾക്ക് അവൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത്. അവളെ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോഴേ ആദ്യക്ക് അതിനുള്ള ഉത്തരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെന്തോ വല്ലാത്ത സങ്കടം തോന്നി. തൻ്റെ ചേച്ചി ഇത്രമാത്രം കഷ്ടപ്പാടിലൂടെ പോയപ്പോഴും താൻ ഒരിക്കപ്പോലും അതൊന്ന് ചോദിക്കാൻ നിന്നില്ലല്ലോ എന്നോർത്തിട്ട്. പക്ഷെ ചേച്ചി, നിങ്ങൾ അയാൾ ഒന്നും ചെയ്യാതെ തിരിച്ചു വന്നത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല. അല്ല, ഒന്നും ചെയ്യാതെ നിന്നിട്ടില്ലായിരുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പിന്നീട് അതുവിനോട് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അതും വിഷ്ണുവിന് പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നു. അത് അയാൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിലും വിഷ്ണു പൊളിയാ. എന്നിട്ട് അവന് നല്ലോണം കൊടുത്തോന്നോ? അവന്റെ ബോധം വരെ 2 ദിവസം എടുക്കും ഹോസ്പിറ്റലിലാ. അല്ലല്ലോ മൊത്തമാരൊന്ന് വെച്ചേക്കരുത്. എന്റെ ജോനോടൊട്ടാണ് അങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിലേ എടുത്തിട്ട് ഞാൻ പഞ്ഞിക്കിട്ടേനെ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ആങ്ങളമാർക്ക് പെങ്ങന്മാർക്ക് എന്തെങ്കിലും പറ്റിയതെന്ന് സഹിക്കാൻ പറ്റൂല. നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ആമിനോട് ഇതേമാതിരി മോശമായിട്ട് പെരുമാറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അതിനോട് അവന് കിട്ടിയ കയ്യും കണക്കൂല്ലായിരുന്നു. ആദിന്റെയും ഗീതുവിന്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആമിന്റെയും അതുവിന്റെയും കാര്യം. അവള് തന്റെ ഏട്ടനോട് സംസാരിച്ചിട്ട് വർഷം കുറച്ചായിട്ടുണ്ടായിരുന്നു. പലവട്ടം അവളെ പല കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിരുന്നത് അത് തന്നെയായിരുന്നു. അവളിപ്പം ഇങ്ങോട്ട് വർക്ക് ചെയ്യാൻ വന്നത് പോലും വീട്ടുകാരെ എതിർത്തിട്ടും വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ചതുകൊണ്ടും അതുതന്നെ ആയിരുന്നു. പരസ്പരം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരുന്നു തങ്ങളുടെ സിബ്ലിങ്സിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി തുടങ്ങിയിരുന്നത്. ഇത്രയും കാലം അവരോട് ഒരാവശ്യമില്ലാതെ അകന്നു നിന്നതിന് വല്ലാത്തൊരു കുറ്റബോധവും ആദിക്കും ആമിക്കും തോന്നുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരിക്കലെങ്കിലും അതിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഏയ്, എന്തിന്? അവനെന്റെ അനിയനല്ലേ. പക്ഷെ വിഷമം തോന്നിയിട്ടുണ്ട് പലവട്ടവും. അവനോട് നടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൻ വല്ലാതെ അകന്നു പോണത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അവൻ എല്ലാത്തിനും ഞാൻ വേണമായിരുന്നു. എപ്പം തൊട്ടാ എൻ്റെ അനിയനെ ഞാൻ ശത്രുവായി തുടങ്ങിയെന്ന് അറിയില്ല. അവൻ എനിക്ക് കിട്ടുന്ന കരുതൽ മാത്രമേ കാണാറുള്ളായിരുന്നു. പക്ഷെ പലവട്ടവും അവന് കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അവൻ എപ്പോൾ വേണേലും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം, ഇഷ്ടമുള്ളതിടാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം തന്നെ നോക്ക്, അവൻ എത്രയായി ഇവിടെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്. എനിക്കതൊന്നും അമ്മ സമ്മതിക്കാറില്ലായിരുന്നു കുറച്ച് മുന്നേ വരെ. ഇപ്പം അതിനൊന്നും അമ്മയ്ക്ക് എതിർപ്പില്ല കേട്ടോ. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവനെപ്പോലത്തെ സ്വാതന്ത്ര്യം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ പലവട്ടം ലാമി, നമുക്ക് കിട്ടാത്തതേ കാണുള്ളൂ. നമുക്ക് കിട്ടിയത് പലപ്പോഴും നമ്മൾ കാണാറില്ല. നമുക്ക് കിട്ടിയൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് കാണാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല. ചേച്ചി ഐ എം സോറി ചേച്ചി, ഐ എം റിയലി സോറി. എന്തിന്? നീ എന്തിനാ സോറി പറയേണ്ട ആവശ്യം? അല്ല, അവന് വേണ്ടി. താനങ്ങനെ സോറി ഒന്നും പറയണ്ടോ. എനിക്ക് അവനോട് ഞാൻ പറഞ്ഞില്ല, ദേഷ്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ അനിയൻ തന്നെയല്ലേ. ഏട്ടന് ശരിക്കും അമ്മനോട് ക്ഷമിക്കാൻ പറ്റുമോ? എന്താ ക്ഷമിക്കാൻ പറ്റായി? അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് ദേഷ്യം ഉറപ്പൊന്നുമില്ല. അവളെന്റെ കുഞ്ഞുപെങ്ങളല്ലേ. എനിക്കറിയാം അവക്ക് എന്നോട് അങ്ങനെ തോന്നാനൊക്കെ ദേഷ്യം തോന്നാൻ കാരണമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാർ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ വേർതിരിവ് കാണിച്ചെങ്കിൽ അവൾക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നില്ലായിരുന്നു. പിന്നെ അവൾ കുഞ്ഞല്ലേ, കുറച്ചും കൂടെ വളർന്ന് വലുതാവുമ്പോൾ അവൾക്ക് എന്തെങ്കിലും എൻ്റെ കാര്യം മനസ്സിലാവും. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാവും. അന്ന് എൻ്റെ അമ്മ എന്തായാലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. എന്തോ വെച്ചിടോ? എന്തോ ചെയ്? ഞാൻ കരയുന്നത്? ഒന്നുമില്ല. ഇന്ന് അവരോട് സംസാരിച്ചപ്പോൾ ഒരേ സമയം എന്തോ ഒരു ആശ്വാസവും പക്ഷെ എന്തോ വല്ലാത്തൊരു സങ്കടവും തോന്നുന്നുണ്ട്. ചേച്ചിനോട് സംസാരിച്ചപ്പോഴാ എനിക്കും ആ തെറ്റിദ്ധാരണൊക്കെ മാറി കിട്ടി. പാവം, അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾക്ക് മാത്രമല്ല, നിന്റെ ഏട്ടനും ഉണ്ടാവും നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ അകന്നു നിന്നതിന്.
അതെ, ഏട്ടൻ്റെ സംസാരത്തിന് എനിക്കിന്ന് മനസ്സിലായി. കുറേ സംസാരിച്ചപ്പോൾ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു. ഇന്ന് അവനോട് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ആമിയെന്നുള്ളതും പറ്റിപ്പോയതൊക്കെ ഒന്ന് മാപ്പ് പറയണമെന്നുള്ളതും. അവൻ എത്രമാത്രം വേദനിപ്പിച്ചു. പക്ഷേ ഞാൻ അവനൊന്ന് ഹഗ് ചെയ്തപ്പോൾ അവൻ ചോദിക്കുക എന്താ കാര്യം എന്നുള്ളത്. അവന് എന്നെ മനസ്സിലാക്കാൻ പറ്റാതായി പോയി കാണും. നമ്മൾ അത്രമാത്രം അവരുടെ അടുത്ത് അകന്നല്ലോ. സത്യം. ചേച്ചി എന്നോട് ചോദിച്ചു നീ എന്തിനാ എന്നെ സോറി പറയണമെന്നുള്ളത്. ഞാനിപ്പോൾ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പഴയതുപോലെ ആയിരുന്നെങ്കിൽ. ഇപ്പം തന്നെ നമുക്ക് കുറേ വർഷങ്ങൾ അവരെ ഇത്ര നഷ്ടമായി. ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഇനിയും എത്ര വർഷം നഷ്ടമാവും. എപ്പോഴേക്കും നമ്മളൊന്ന് പഴയതുപോലെ ആവുമല്ലേ? അതിനി എടി അതിന് നീ എന്റെ ബോഡി വെച്ച് ഇങ്ങനെ കിടന്ന് മോങ്ങാതെടി. അതെന്താ തന്റെ ബോഡിയിൽ കരയാൻ പാടില്ലെന്നുണ്ടോ? ആൺപിള്ളേരെ കരയാൻ പാടില്ല അതാണ് നിനക്ക്? അതെന്താ ആമ്പിള്ളേർ കരഞ്ഞാല് എന്താ? ആമ്പിള്ളേർക്ക് കരയാൻ പാടില്ലേ? അവർ മനുഷ്യർ തന്നെയല്ലേ, അവർക്കും ഉണ്ടാവില്ല ഫീലിങ്സ് ഒക്കെ. ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമമാണ്? ആൺകുട്ടികൾ കരയാൻ പാടില്ല, സ്ട്രോങ് ആയി നിൽക്കണം, അതുപോലെ നിൽക്കണം, ഇതുപോലെ നിൽക്കണം എന്നൊക്കെയുള്ളത്. ഇതൊക്കെ താനൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും വിഷമവും വേദനയും എല്ലാവർക്കും ഒരുപോലെ തന്നെ വരുന്നത്. താൻ കണ്ടിട്ടുണ്ടോ? പലവട്ടം നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ ഇങ്ങനത്തെ ഈ സോക്കോളുടെ നിയമം കാരണം നമ്മുടെ അച്ഛന്മാർക്കൊന്നും പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥ, ഉരുകി ജീവിക്കേണ്ട അവസ്ഥ അവർക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും ഒരുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഫീലിങ്സും അവർക്ക് ഒരുപോലെ. ആണായാലും പെണ്ണായാലും കരയുന്നതിന് ഒരു കുഴപ്പമില്ല. കരഞ്ഞാൽ കുറച്ചേ നമുക്ക് ആശ്വാസം കിട്ടും. കരയുന്നതിനല്ല കുഴപ്പം, ആരെ മുന്നിലെ കരയുന്നത് മാത്രം കുഴപ്പമുള്ളൂ. എല്ലാവരും മുന്നിൽ പോയി കരയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വിഷമവും നമ്മുടെ സങ്കടവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ മുന്നിൽ നമുക്ക് കരയാം. അത് ആണായാലും പെണ്ണായാലും കരയാം. ഞാനിതിനോട് യോജിക്കുന്നൊന്നുമില്ല, ആൺപിള്ളേർ കരയാൻ പാടില്ലെന്ന്. ഇതൊക്കെ പൊട്ടത്തരാടോ. ആമിന്റെ ഈ സംസാരം ആദ്യമുള്ളിൽ വല്ലാത്തൊരു മാറ്റമായിരുന്നു ഉണ്ടാക്കിയത്. അവൻ ആദ്യമായിട്ടാ ഒരാള് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത്. പലപ്പോഴും പലരും പറയാറുള്ളത് ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. എന്തോ അവളുടെ ആ സംസാരം അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ചുരുക്കി പറഞ്ഞ എവിടൊക്കെയോ മഞ്ഞമലന്ന് ഉരുക്കി തുടങ്ങിയെന്ന്. അങ്ങനെ 2 കടന്നുപോയി. ആദിന്റെയും ആമിന്റെയും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇരുവർക്കും പഴയതുപോലെ അവരുടെ ശരീരത്തിലേക്ക് പോകാനും പറ്റിയില്ല. അതിന്റെ എല്ലാ സങ്കടവും 2 പേർക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പഴയതുപോലെ തന്നെ ആവാനും. ജോന്റെയും ജിത്തുവിന്റെ മുത്തശ്ശനോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു മാജിക് സ്പെല്ലാണ്. അതിനൊരു കാലാവധി ഉണ്ട്. അതിന്റെ സമയം കഴിഞ്ഞാൽ അവർ പതിയെ താനെ പഴയതുപോലെ തന്നെ ആയിക്കോളുന്നു. എന്നാൽ അതിന് എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന്റെ ഉത്തരം തരുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ചുമ വന്നു, മുത്തശ്ശിന്റെ ചാർജ് തീർന്നു. പിന്നെ അത് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും സമയം എടുത്തിട്ടാലും പഴയതുപോലെ ആവുമെന്ന് അവർക്കറിയായിരുന്നു. ഇതിനിടക്കായിരുന്നു അതു ഗീതുവിന്റെ കാര്യം അവന്റെ വീട്ടിൽ സംസാരിച്ചതും ഗീതുവിന്റെ വീട്ടിൽ പോയി അവളെ പെണ്ണ് ആലോചിച്ചതും. ഒരിക്കൽ തങ്ങളുടെ വല്ലാത്ത കാരണത്തിന് പേര് പിരിയേണ്ടി വന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അവളെ വിട്ടുകളയാൻ അത് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഇരു വീട്ടുകാർക്കും വലിയ തടസ്സമൊന്നും ഇല്ലായിരുന്നെങ്കിലും അതുന്റെ വീട്ടുകാർക്ക് ഒറ്റ നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമിന്റെ കല്യാണത്തിന് ശേഷം മാത്രമേ അവന്റെ കല്യാണം നടത്തുകയുള്ളൂ എന്നുള്ളത്. അപ്പോഴായിരുന്നു ആദിന്റെ അമ്മ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്, ആദിന്റെയും ആമിന്റെയും കല്യാണം നടത്തിയാലോ എന്നത്. അത് കേട്ടപ്പോൾ ആമിക്ക് തലക്ക് ഇടിവെട്ടിയ അവസ്ഥ ആണെങ്കിലും ആദിക്ക് അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം ഈ കുറഞ്ഞ സമയം കൊണ്ട് ആമി അവന്റെ ഉള്ളിൽ വല്ലാതെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണക്കാരി വന്നപ്പം ആമിയും അതിന് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. അതിന് കാരണം മറ്റൊന്നുമില്ലായിരുന്നു. ആമിക്ക് നന്നായിട്ടറിയാം അവളുടെ ഏട്ടന് ഗീതുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നത്. ഒരിക്കലും അവരുടേതല്ലാത്ത കാരണത്തിന്റെ പേരിൽ ഒരുപാട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തങ്ങളുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കാൻ അവർ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും കല്യാണത്തിന് സമ്മതം പറഞ്ഞു. സമ്മതം കിട്ടിയവരുടെ കല്യാണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്ന് 2 വീട്ടുകാരും ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസമായിരുന്നു. സാർ, എനിക്ക് തോന്നുന്നു സാറിന് ഈ സ്യൂട്ട് നന്നായിട്ട് ചെയ്തെന്നാണ്. സാറിന് വേണമെങ്കിൽ ഒന്ന് കണ്ണാടി നോക്കിക്കോളൂ. ഒരു കണ്ണാടി നോക്കിയതിന്റെ ക്ഷീണമാണ് ഇപ്പൊ ഇതുവരെ മാറാതെ നിൽക്കുന്നത്. മോളെ ആമി, മോക്ക് റിസപ്ഷനെ ഗൗണ് വേണോ അല്ലെങ്കിൽ സാരി വേണോ? അത് ഞാനേ ആദിനോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ആദ്യം എന്ത് ഡ്രസ്സാണ് എടുക്കണം നോക്കിട്ടെ അതിന് മാച്ച് ആക്കിയിട്ടുള്ളത് എടുക്കാം. ഡി, നിനക്ക് റിസപ്ഷന് സാരി വേണോ ഗൗണ് വേണോ? സാരി. ഓക്കെ, അമ്മ ഗൗണ് മതിട്ടോ. എനിക്കറിയാണോ തണ്ടി, നീ ഇത് മാറ്റി പറയുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ പിന്നെ പർച്ചേസിംഗ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങല്ലേ? ഒരു മിനിറ്റ് ആദി. ആമി, എന്താ ചേച്ചി? ആമി, മോളി കല്യാണത്തിന് ഹാപ്പിയാണോ? അല്ലേ?
എന്നെനിക്കറിയില്ല. ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ചേച്ചി, ഞാൻ ഹാപ്പിയാണ്. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓ എന്റെ ചേച്ചി, നിങ്ങൾ ഇത് ചോദിക്കാൻ വേണ്ടി ആ പിടിച്ചു നിർത്തിയത്. അവള് ഹാപ്പിയാന്ന് പറഞ്ഞല്ലോ, ഇനി പോവാ. നിൽക്കാതെ ഞാൻ സംസാരിക്കട്ടെ. എൻ്റെ അനിയനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നോടുള്ള ഇഷ്ടം. ഇവരെന്റെ കണ്ണിൽ എന്റെ ബന്ധം കൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇവർ പറയുന്ന വേറെ അനിയവർക്കുണ്ടോ? അല്ലെങ്കിൽ കല്യാണം പറ്റി ഒരു ഭ്രാന്തമായോ? എനിക്കറിയാം നിനക്കത് കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കും എന്നുള്ളത്. പക്ഷെ സത്യ, എൻ്റെ അനിയനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതെപ്പം തൊട്ടാ തോന്നിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് പലവട്ടവും. ചേച്ചി ഇങ്ങനെ ഇരുന്ന് ഓരോന്നും പറയാതെ അവർക്ക് അവിടെ പോയിട്ട് കുറെ പണിയൊക്കെ ഉള്ളല്ലേ, അവള് പൊക്കോട്ടെ. അതെ, ഇതുവരെ കിടന്നില്ലേ? നാളാണ് കേട്ടോ കല്യാണം. ആ, ഉറക്കം വന്നില്ല, അതാണ്. എന്തു പറ്റി? ഈ സിറ്റുവേഷനെല്ലാം കൂടി കണ്ടിട്ട് വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടോ നാളത്തെ കല്യാണമൊക്കെ ആലോചിച്ചിട്ട്? ഐ മീൻ ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട്? ഏട്ടനെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിനക്കെന്തായാലും ഈ കല്യാണത്തിന് സന്തോഷമുള്ളൂ, നിനക്കത് ഇഷ്ടമാണെന്നും എനിക്കറിയാം. അത് നീ പറയാതെ തന്നെ നിന്റെ പ്രവൃത്തി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റുള്ള ആളുടെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ചില സമയത്ത് അതങ്ങനെ അതിന് അതിൻ്റെ ഫീലിങ്സും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധി ചില സമയത്ത് ഉണ്ടാവാറില്ല. ഏട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദി, നിനക്ക് എൻ്റെ പെങ്ങളെ ഇഷ്ടമാണെന്നുള്ളത് നീ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായത് ഞാൻ ആദ്യമല്ല എന്നുള്ളത്? എനിക്ക് മാത്രമല്ല, നിന്റെ ഏട്ടന് മനസ്സിലായിട്ടുണ്ട്. ആമി, ഞങ്ങൾ നിങ്ങളെ സിബ്ലിങ്സ് ആണ്. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് അകന്നിട്ടുള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നിട്ടില്ല. നിങ്ങളുടെ ഓരോ മാറ്റവും ഓരോ ഇമോഷൻസും നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഞാൻ അവനോട് പറഞ്ഞത് നീ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അനിയനെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ കണ്ണിൽ നിന്നോടുള്ള പ്രണയം ഞാൻ കണ്ടതാ. ചിലപ്പോണ്ടല്ലോ ആമി, വാക്കുകളെക്കാളും ശബ്ദത്തിൽ പ്രവർത്തികൾക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണത്. പിന്നെ ആദ്യം തൊട്ട് നീ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചതാ. എനിക്ക് മാത്രമല്ല, അതുനും. ഞങ്ങളങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വിഷ്ണു മുഖാന്തരം അറിഞ്ഞു നിങ്ങൾക്കിടയിൽ എന്താ പറ്റിയെന്നുള്ളത്. ഞങ്ങൾക്ക് ആദ്യം തൊട്ട് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളത്. പിന്നെ ഓരോന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾ രണ്ടാളും എല്ലാം തുറന്നു പറഞ്ഞ് ഞങ്ങളെ മുന്നിൽ കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ വിഷ്ണു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഞങ്ങൾ തന്നെ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറയണ്ടെന്നുള്ളതോ. അതാവും പറയാതെ ഇരുന്നതൊക്കെ. എനിക്കറിയാം നിനക്ക് ഇതൊക്കെ കേട്ട് കിളി പോയ അവസ്ഥയായിരിക്കും എന്നുള്ളത്. എന്തായാലും പോയ കിളികളൊക്കെ നീ ഒരു കാര്യം ചെയ്യും, കിടക്കുന്നു വിളിച്ച് വരുത്തിക്കോ. സമയം ഒരുപാട് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ നാളെ മണ്ഡപത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. എടോ എടോ എഴുന്നേക്കടോ, എടോ എഴുന്നേക്ക്. ഞാൻ തുറക്കുമ്പോ പറഞ്ഞോ, എടോ എഴുന്നേക്കടോ. എന്തോന്നത് ആരാ രാവിലെ തന്നെ? നീ എന്താ ഈ വേഷത്ത്? കല്യാണം കഴിഞ്ഞോ? എടോ പൊട്ട, എടോ കണ്ണ് തുറന്ന് കണ്ണാടി നോക്കടോ. നമ്മൾ മാറി, നമ്മളിപ്പോ പഴയതുപോലെ ആയി. ശരിക്കോ? അയ്യോ, എങ്ങനെ? എന്നാലും എങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും അറിയില്ല. ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് ഒക്കെ പഴയതുപോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും അത്ഭുതമായല്ലോ. ഓ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. ഓ മതി മതി മതി, ആഹ്ലാദ പ്രകടനമൊക്കെ മതി. തന്നെയും കാത്ത് ജിത്തു പുറത്ത് നിൽക്കുന്നുണ്ട്. വേഗം ചെല്ല്, തന്നെ വീട്ടിലായി അന്വേഷിക്കണേ മുന്നേ. ജിത്തുക്കുട്ടാ, എടാ എടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലടാ. നീ എന്താടാ ഞെട്ടാത്തത്? ഓ പിന്നെ എപ്പോഴെപ്പോഴും ഞെട്ട എനിക്ക് ഒട്ടൊന്നുമില്ല. എനിക്കറിയാം നീ ആമിനെ കണ്ടിട്ട് ഞെട്ടിട്ടുണ്ടാവൂലേ. അതൊന്നും എടാ പൊട്ടാ. ഞാൻ മുത്തശ്ശിനെ വിളിച്ച സമയത്ത് മുത്തശ്ശി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാജിക് സ്പെല്ലിന് ഒരു സമയം ഉണ്ടെന്നുള്ളതും അത് കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെ ആവുന്നുള്ളതും. ആ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തേക്ക് പഴയതുപോലെ ആവും. ഞങ്ങൾക്ക് ആദ്യം അറിയുന്നു. അതല്ലേ ഞങ്ങൾ കല്യാണം ഒന്ന് ഫിക്സ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ആദ്യം അറിയായിരുന്നു? പിന്നല്ലാതെ. എന്നിട്ട് പിന്നെ ഞങ്ങളോട് അതൊന്നും പറയാഞ്ഞത്? അതിനൊരു ത്രില്ലില്ല. കല്യാണം കേട്ട നിനക്കുള്ള ത്രില്ല് ഞാൻ തരുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രധാന പ്രശ്നം ഇപ്പം അതൊന്നുമില്ലടാ. ഇനി ഒക്കെ പഴയതുപോലെ ആയ സ്ഥിതിക്ക് അവളെങ്ങാനും കല്യാണം വേണ്ടെന്നല്ലോ. ഇനി അവളെങ്ങാനും അങ്ങനെ പറയൂ? എന്റെ പൊട്ട, അതൊന്നും അവൾ പറയത്തൊന്നുമില്ല. നീ ഇങ്ങോട്ട് വാ, അവിടെ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുക. വിഷ്ണു ഇവിടുത്തെ കാര്യമൊക്കെ നീ നോക്കിക്കോളണ്ടി, അവിടുത്തെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നിനക്ക് ഹെൽപ്പിന് വേണ്ടി ഞാൻ ജോനോട് വെക്കുന്നുണ്ട്. എന്ത് ആ കോടാലിന്? അയ്യോ എനിക്ക് വേണ്ട. എടാ ജിത്തു, എടാ പോവടാ. എടാ കോടാലിന്റെ അടുത്ത് തനിച്ചേക്ക് പോവടാ. വിഷ്ണു വിഷ്ണു
സൈറനും മുളച്ച് വരുന്നുണ്ട് കോടാലി. എന്തോ നാടി അതെ, ഈ പൂക്കളൊക്കെ എവിടെ വെക്കണ്ടേ? എന്റെ നെഞ്ഞത്തോട്ടക്ക്. ഫുള്ള് വെക്കണ പകുതി വെച്ചാൽ മതി. ഓ ചിത്തു, നീ എന്തിനാണോ എന്നോട് ചെയ്തത്? നീ എടാ സൈഡിൽ അവിടെ വെക്ക്. ഓ, ആ വിഷ്ണു തുറന്നിട്ട് മനുഷ്യനുള്ള സമാധാനം പോയല്ലോ. ഇനി അവളെങ്ങാനും കല്യാണം വേണ്ടാന്ന് വെക്കോ? ഇതിപ്പോ എങ്ങനെ പറയാൻ പറ്റുക? ഹലോ, ആ എന്താണ്? അല്ല, എന്റെ കല്യാണത്തിന്റെ ഡ്രസ്സ് എവിടാ വെച്ചിട്ടുള്ളത്? അത് നിന്റെ വാർഡ്രോബിൽ തന്നെ ഉണ്ട്. അതൊക്കെ ജിത്തുന്ന് അറിയാലോ. ആ, അവനെന്തോ തിരക്കില്ല, അതാണ്. നിന്റെ എവിടെ വെച്ചാൽ നിനക്കറിയോ? ആ എനിക്ക് അറിയാം. അതിനൊന്ന് വേറെ റെഡി ആവാൻ നോക്ക്. ഔ ഭാഗ്യം, അപ്പൊ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇപ്പം സമാധാനമായിട്ടുണ്ടാവേക്കൂലേ? അതല്ല, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ട് എന്റെ ആദി. അങ്ങനെ അവരെ കാര്യമൊക്കെ നല്ല രീതിക്ക് നടന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഏതായാലും എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ അമ്മനെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാലോ. അമ്മ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് എന്നോടും കല്യാണമൊക്കെ നോക്കാൻ. ഇനിയിപ്പോൾ ആ ടെൻഷനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തൻ്റെ വീട്ടിലേക്ക് അമ്മനെ ധൈര്യമായിട്ട് പറഞ്ഞേക്കാം. അല്ല, താനെന്നെ പ്രപ്പോസ് ചെയ്തതാണോ? അങ്ങനെയും പറയാം. എന്തേ? നല്ല ബെസ്റ്റ് പ്രപ്പോസൽ. എനിക്ക് ഈ ഫാൻസി വേർഡ്സ് ഒന്നും പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ എന്തായാലും എന്താ കാര്യം അറിഞ്ഞപ്പെടുക? നിനക്ക് കാര്യം മനസ്സിലായല്ലോ. അല്ല, ഒന്നും പറഞ്ഞില്ല. പറയാനൊക്കെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞോണ്ട്. എന്തായാലും താൻ അമ്മനെ പറഞ്ഞേക്ക്. നമ്മൾ ജീവിതം കൊടുക്കാന്ന് പറഞ്ഞവരാ ഇപ്പൊ അതാ കല്യാണം കഴിച്ച് സെറ്റിലായി. അങ്ങനെ ജീവിതം കൊടുക്കാൻ വെച്ച് നമുക്കൊരു ജീവിതം ഇല്ലാണ്ടായി. വിഷ്ണു പേടിക്കണ്ട, വിഷ്ണുവിന് ഞാനൊരു ജീവിതം തരുന്നതായിരിക്കും. അതിനേക്കാളും വരെ ഞാൻ എന്റെ ജീവനം കൊടുക്കുന്നതല്ലേ. വിഷ്ണു, എനിക്ക് എന്താണ് ഒരു കുറവ്? വിഷ്ണു, എടി, നീ ആദ്യം ഒരു പേര് മര്യാദയ്ക്ക് പറയാൻ പഠിക്കും. എന്നിട്ട് നിനക്ക് കിട്ടുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. വിഷ്ണു, വിഷ്ണു. ഓ എടി കോടാലി, നീ എന്നെയും കൊണ്ടേ പോവുള്ളൂല്ലേ? അതിപ്പോഴാണോ മനസ്സിലായത്? നിന്നെ കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓ കേട്ടാ പോരെ. അത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതൊക്കെ ഇപ്പോഴൊരു സ്വപ്നമായിട്ടാ തോന്നുന്നത്. നിന്നെ വീണ്ടും കണ്ടപ്പോ ഞാൻ ആദ്യം ഉറപ്പിച്ചതാ, ഈ തവണ എന്തായാലും നിന്നെ ഞാൻ വിട്ട് കളയില്ല എന്നുള്ളത്. എന്തേ? അല്ല, പാല്. പാലോ? നീ നേരത്തെ പാലൊക്കെ കുടിക്കാറുണ്ടോ? വെറുതെ നിന്റെ അമ്മ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എനിക്ക് ഒഴിച്ചു വെച്ചാൽ വിചാരിച്ചിട്ട് ഞാൻ അത് കുറച്ച് ബൂസ്റ്റ് കളിക്കി കുടിച്ചു. ക്രാന്തം പിടിച്ചവള്. അല്ലെങ്കിൽ ഇവിടുത്തെ നോക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. എന്തേ, നീ കിടക്കുന്നില്ലേ? കിടക്കാനോ? അല്ല, ഇന്നത്തെ രാത്രിന്റെ പ്രത്യേകത എന്തെന്ന് മറന്നു തോന്നുന്നു. ഞാനതങ്ങ് മറന്നേ പോയി. എനിക്ക് തോന്നി. നീ ഓർമ്മിപ്പിച്ച ഏതായാലും നന്നായി. പക്ഷെ നീ ആ സീരീസ് കാണുന്ന കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. എന്നാണ് എന്റെ ലാസ്റ്റ് എപ്പിസോഡ്? എന്തായാലും കണ്ടോളാം. നീ ഏതായാലും ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വല്ലതും തിന്നാൻ കൂട്ടം നോക്കി തരാം. സീരീസ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നത് നല്ലതാണല്ലോ. ഇതിന്റെ വയറ്റിൽ എന്താ വല്ല അനാക്കോണ്ട് എങ്ങോട്ടൊക്കെ പോണത്? എടി വല്ല പതുക്കെ തിന്ന് തൊണ്ടേ കൊടുക്കും. നീ എന്താ വല്ല പൂക്കൾ ഇട്ട് വെച്ചിരിക്കുന്നു? മുഖത്ത് നിറച്ചു ആക്കി വെച്ചിട്ടുണ്ടല്ലോ. എവിടെ? ഞാൻ കാണുന്നില്ല. നീ ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലേ? സാധാരണ ഇങ്ങനത്തെ സിറ്റുവേഷനിലെ ഈ നായകൻ ടിഷ്യൂ പേപ്പർ എടുത്ത് പതുക്കെ നായകന്റെ മുഖത്ത് തുടച്ചു കൊടുക്കാറാണുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഈ ഗർഭിണികൾക്ക് മൂഡ് സ്വിംഗിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അവിടെ ഒരു മൂഡ് സ്വിംഗ്. എന്നിട്ട് അവൾക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ടേ കൊടുത്തു. എന്നിട്ട് അവള് പറയണേ അവൾക്ക് മസാല ദോശ വേണ്ട, ബിരിയാണി മതിയെന്ന്. ഞാൻ അവിടെ നട്ടപ്പാതിൽ കട തുറന്ന് വെച്ചിരിക്കുന്നത്. എനിക്കവിടെ മണ്ടക്കടൊന്ന് കൊടുക്കാന്ന് തോന്നി. പിന്നെ അവസ്ഥ അതായിപ്പോയി. എടാ, അവർക്ക് ഈ സമയത്ത് അങ്ങനൊക്കെ തോന്നും. നിനക്ക് ഓർമ്മയായിരുന്നു ഐഷുവിന് എന്തൊക്കെ ഡിമാൻഡുകളായിരുന്നു പ്രഗ്നന്റ് ആയി നിൽക്കുന്ന സമയത്ത്? ഐഷുവിന്റെ പിഞ്ഞു ഒപ്പിക്കായിരുന്നു ഇവ പറഞ്ഞു കേട്ടോളത്തോളം. പക്ഷെ ഗീതുവിൻ്റെതോ അവള് സ്വതുവേ ഒരു പാവം പിടിച്ച ക്യാരക്ടർ. പക്ഷെ പ്രഗ്നൻസിൽ അവള് പലവട്ടം നാഗവല്ലി ആവാറുണ്ടായിരുന്നു.
അതൊക്കെ എന്റെ ആള്. അവള് പിന്നെ പണ്ടേ നാഗവല്ലി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഓ വിളിക്കുന്നുണ്ട് കോടാലി. ഹലോ എന്താടി? പാവം വിഷ്ണു കല്യാണം കണ്ട് ഇത്രയായിട്ടും അവന്റെ പേര് മര്യാദയ്ക്ക് പറയാൻ ജോ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു. എല്ലാവരുടെ കല്യാണവും കഴിഞ്ഞു, എല്ലാവർക്കും ഒരു കുഞ്ഞുണ്ട്. ആദിക്കും ആമിക്കും ഒരു പെൺകുഞ്ഞായിരുന്നു. ഗീതുവിനും അതുനും ഒരു ആൺകുഞ്ഞായിരുന്നു. ഐഷുനും ജിത്തുനും ഒരു പെൺകുഞ്ഞു തന്നെയായിരുന്നു. വിഷ്ണുവിൻ്റെ ഇപ്പൊ ഓൺ ദ വേലാണ്. അതിന്റെ കോലാഹലങ്ങളാണ് ആ കണ്ടോണ്ട് നിൽക്കുന്നതും. ഡോ എന്താടോ ആലോചിച്ച് കൂട്ടുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ ആലോചിക്കുക നമ്മുടെ കഥ എവിടുന്നോ തുടങ്ങി എവിടോ അവസാനിച്ചു. അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഏയ് ഒന്നുമില്ല, ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരോടും സംസാരിച്ചു നിൽക്കുമ്പോൾ ഞാൻ നമ്മുടെ കാര്യം ആലോചിച്ചു. ആമി, നീ ശരിക്കും ഹാപ്പിയാണോ ഈ ഒരു മാരേജിൽ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളെ പരസ്പരം അറിഞ്ഞ മാതിരി വേറൊരാൾക്കും അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. നീയായിട്ട് ജീവിച്ച എനിക്കും ഞാനായിട്ട് ജീവിച്ച നിനക്കും നമ്മളെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അതിനല്ലൊരു മാരേജ് ലൈഫിൽ ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അല്ലെങ്കിലും ചിലതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതായിരിക്കും പിന്നീട് ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിട്ട് മാറാം. ആമിനും ആദിനെയും പോലെ തന്നെ അവരിരുവരും ഇതുവരെ ഇഷ്ടമാണെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ നന്നായിട്ട് അവർ പ്രവർത്തികൾ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് വാക്കുകളെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ പ്രവർത്തികൾക്ക് കഴിയും. അത് തന്നെ ആയിരിക്കാം ആമിന്റെയും ആദിന്റെയും ലവ് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ പ്രണയം ഇപ്പോഴും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നത്.